ഹലോ ഗായ്സ്, വെൽക്കം ടു ലേണേഴ്സ് ബാൻ. ദിസ് ഈസ് യുവർ രാഹുൽ ഹിയർ. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ സെപ്റ്റംബർ 2025 എക്സാം ഒക്കെ ആവാറായി. സോ CA ഇന്റർമീഡിയറ്റിന്റെ റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ഓൾറെഡി റിലീസ് ആയിട്ടുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡയറക്ട് ടാക്സിന്റെ റിവിഷൻ ടെസ്റ്റ് പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ആയി വന്നിട്ടുണ്ട്. പൊതുവെ റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സിൽ ആ ഒരു അറ്റംപ്റ്റിലേക്ക് വേണ്ട എല്ലാ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും അമെൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇപ്പൊ സെപ്റ്റംബറിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മെയ് അറ്റംപ്റ്റിലേക്ക് എഴുതിയ സെയിം അമെൻമെന്റ് തന്നെയാണ്. ഇതിൽ ശേഷം പ്രത്യേകിച്ച് അമെൻമെന്റുകളൊന്നും വന്നിട്ടില്ല. നമുക്ക് ശരിക്കും ഇൻകം ടാക്സിന്റെ എങ്ങനെ അമെൻമെന്റ്സ് വരിക? ഫൈനാൻസ് ആക്ട് വഴിയാണ് വരിക. കഴിഞ്ഞ വർഷം 2024 ഫെബ്രുവരിയിൽ ഫൈനാൻസ് ആക്ട് 1 വന്നു. ജൂലൈ മന്ത് ഫൈനാൻസ് ആക്ട് 2 വന്നു. സാധാരണ രണ്ടെണ്ണം വരില്ല. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ അമെൻമെന്റ്സ് എന്ന് പറഞ്ഞ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടെ റിവിഷൻ ടെസ്റ്റ് പേപ്പറിന്റെ ആംഗിളിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ആഡ് ആയി വന്നിരിക്കുന്നത്. അമെൻമെന്റ്സ് ആസ് ഇഫ് യു ആർ ഓൾറെഡി സ്റ്റഡീഡ് ഫോർ മെയ് അറ്റംപ്റ്റ് ഓർ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ ഇനഫ്. ഓക്കെ, അത് വെച്ചിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആകെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഫൈനാൻസ് ആക്ട് 2024 തന്നെയാണ് അപ്ലിക്കബിൾ. നോ മച്ച് അമെൻമെന്റ്സ്. ആ അമെൻമെന്റ് വീഡിയോ ഞാൻ അതാണ് പറഞ്ഞു, നേരത്തെ റെഫർ ചെയ്യാൻ പറഞ്ഞു. ഫെബ്രുവരിയിൽ വന്നതാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് അപ്ലിക്കബിൾ അസസ്മെന്റ് ഇയർ 25-26 ആണെന്നൊക്കെ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. CA ഇന്റർമീഡിയറ്റിന് ഇത് റെഫർ ചെയ്യാം, സെപ്റ്റംബറിലേക്കും റെഫർ ചെയ്യാം. അതേപോലെ തന്നെ ജാനുവരി 2026 എക്സാം എഴുതുന്നവർക്കും ഇത് റെഫർ ചെയ്യാൻ പറ്റും. ഇതിന് പുറമെ ഡിസംബറിൽ CMA ഇന്റർ എക്സാം എഴുതുന്നവർക്കും ഇത് റെഫർ ചെയ്യാം. നല്ല നല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഫൈനാൻസ് ആക്ട് 2024 വന്ന പുതിയ അമെൻമെന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. അപ്പോൾ ഇതില് നിലവിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നല്ല നല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ലിറ്ററലി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് അസസ്മെന്റ് 2025-26 ആണെന്ന് പറഞ്ഞു. ഫൈനാൻസ് ആക്ട് 2024 ആണ്. രണ്ട് ഫൈനാൻസ് ആക്ട്. ആദ്യം തന്നെ നമുക്ക് CA ഇന്റർമീഡിയറ്റിൽ MCQ ക്വസ്റ്റ്യൻസ് സാധാരണ ഉണ്ടാവാറുണ്ട് ആൻഡ് കേസ് സിനാരിയോസ് ആണ് ഉണ്ടാവുക. ഒരു കേസ് സിനാരിയോ ഉണ്ട് ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് ഏകദേശം എത്ര സബ് ക്വസ്റ്റ്യനാ, ആറ് സബ് ക്വസ്റ്റ്യൻ അതിനെ ബേസ് ചെയ്തിട്ടുണ്ട്, ഒരു പെർട്ടിക്കുലർ കേസ് സിനാരിയോനെ ബേസ് ചെയ്തിട്ട്. അതിന് ശേഷം 7, 8, 9, 10 എന്ന് പറഞ്ഞ് 4 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി. എത്രയുള്ളൂ. പക്ഷേ ഇതിൽ ഓരോന്നിലും ഈ മറ്റേ 7ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടല്ലോ, ഈ 7ാമത്തെ ക്വസ്റ്റ്യനിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിനിലുള്ള എല്ലാ അമെൻമെന്റിനെയും, ഇപ്രാവശ്യം വന്നിരിക്കുന്ന ബൈബാക്കിലുള്ള അമെൻമെന്റ്, ഡേറ്റിൽ വന്നിരിക്കുന്ന അമെൻമെന്റ്, ആ അമെൻമെന്റുകളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അമെൻമെന്റ് റിലേറ്റഡ്. സോ ഇത് പഠിച്ചിട്ട് പോകുന്നതാണ് ഞാൻ പറയുക. പ്രൊവിഷൻ ഓൾറെഡി അറിയുന്നവർക്ക് ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന അമെൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 7 എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലും നല്ല നല്ല പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണ RTPയിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഇതിന് ശേഷം അഡ്വാൻസ്ഡ് അക്കൗണ്ടിംഗ് ഒക്കെ നോക്കാം. ആൻഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെന്ന് പറയുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ റിവിഷൻ ടെസ്റ്റ് പേപ്പർ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ GS സ്റ്റഡിയും വേണമെങ്കിൽ സമയമുള്ളതുപോലെ നമുക്ക് നോക്കാം. ഇപ്പൊ ആദ്യം നമുക്ക് ഡയറക്ട് ടാക്സ് വെച്ചിട്ട് തുടങ്ങാം. ജസ്റ്റ് 10 ക്വസ്റ്റ്യൻ, 6 എണ്ണം ബേസ്ഡ് ഓൺ 1 കേസ് സിനാരിയോ, 7, 8, 9, 10. വേഗം നോക്കാം. മേ ബി മാക്സിമം 1.5 to 2 hours സെഷൻ തീരുന്നത് പോലെ. ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് എഴുതി ചെയ്യുന്നില്ല. നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത് പോലെ. ഓക്കെ, നേരെ കേസ് സിനാരിയോയിലേക്ക് കടക്കാം. സ്ക്രീനൊക്കെ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് ഗോ ടു ദ കേസ് സിനാരിയോ. ഓക്കെ, മിസ്റ്റർ മനീഷ് ഈസ് എ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ. ഓക്കെ, his main business is construction, development and sale of residential properties. Okay, ആളൊരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആണ്. He developed a project named Ashiana Heaven, which has both the residential and commercial units. He obtained a certificate of completion for the said project on 1/2/2023. ഇത് നമ്മളുടെ HP-യുടെ പ്രൊവിഷൻസ് വരുന്നുണ്ട്. ഇനി അതേപോലെ PGB-യുടെ പ്രൊവിഷൻസ് എല്ലാം കയറി വരും. നമുക്ക് വഴിയെ നോക്കാം. He sold majority of the units. However, 15 residential units and 10 commercial units were not sold and held as stock in trade. ഇതിന്റെ പ്രൊവിഷൻസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടിക്കുള്ളിൽ പഠിക്കുന്നുണ്ട്. ഒരു പ്രോപ്പർട്ടി സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്ന് കിട്ടുന്ന ഇൻകം ഏത് ഹെഡിൽ കാണിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ സെക്ഷൻ 22 പഠിക്കുന്നുണ്ട്. അതിലോട്ട് വരാം. അതായത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആണ് ആൾ. കുറച്ച് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഉണ്ട്, കുറച്ച് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഉണ്ട്. ഈ എല്ലാ പ്രോപ്പർട്ടിയും ഇപ്പൊ തൽക്കാലം അയാളിപ്പോ വിൽക്കാൻ വേണ്ടി വെച്ചതാണ്. ബട്ട് ടെമ്പററിലി ഹി ലെറ്റ് ഔട്ട്, വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ടു ഏൺ
some income from such units. He let out 10 residential and 5 commercial units from 1st May 2024. നമ്മൾ 2024-25 മെയ് മാസം അതിലത്തെ കുറച്ച് പ്രോപ്പർട്ടിയെ വെറുതെ വെക്കണ്ട, സെല് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണെങ്കിൽ പോലും ടെമ്പററി ആയിട്ട് വെക്കണ്ട എന്ന് പറഞ്ഞ് കൊമേഴ്ഷ്യൽ യൂണിറ്റ്സിനെ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പ്ലസ് 10 റെസിഡൻഷ്യൽ യൂണിറ്റിനെയും ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 15,000 20,000 റെസിഡൻഷ്യൽ യൂണിറ്റ് 15,000 ആൻഡ് കൊമേഴ്ഷ്യൽ യൂണിറ്റ്സ് 20,000 ഈച്ച് റെസ്പെക്റ്റീവ്ലി. എക്സ്പെക്ടഡ് റെന്റ് ഓഫ് ഈച്ച് റെസിഡൻഷ്യൽ യൂണിറ്റ് ഈസ് 14,000 പെർ മന്ത് ആൻഡ് 22,000 പെർ മന്ത്. ഹൗസ് പ്രോപ്പർട്ടിയിലുള്ള നമ്മളുടെ 22-ല് GAV കണ്ടുപിടിക്കാനുള്ള പ്രൊവിഷൻ ആണ്. ഫോർ ഈച്ച് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓൾ യൂണിറ്റ്സ് ആർ ഐഡന്റിക്കൽ. മിസ്റ്റർ മനീഷ് ഹു ഈസ് ആൾസോ എൻഗേജ്ഡ് വിത്ത് ഫേം സോക്കോ അസോസിയേറ്റ്സ്. ഓക്കെ, ഇതുവരെ ഒരു കഥയാണ്. ആദ്യം കേസ് സ്റ്റഡി മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മേ ബി ഒരു കേസ് സ്റ്റഡിയിൽ തന്നെ ഡിഫറെന്റ് പ്രൊവിഷൻസ്, ഇൻഡിപെൻഡന്റ് കേസ് സിനാരിയോസ് പോലെ ഉണ്ടാവും. ഏതെങ്കിലും ആ ഒരാളെ വെച്ചുകൊണ്ട് ഡിഫറെന്റ് പ്രൊവിഷൻസ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇപ്പോ അസോസിയേറ്റ്സ് സ്ലീപ്പിംഗ് പാർട്ട്ണർ, മേ ബി അടുത്തത് പാർട്ട്ണർഷിപ്പ് ഫേമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും കേസ് സിനാരിയോയുടെ പാർട്ട് 1 ആണ്. ഇതിനെ നിങ്ങൾ ജസ്റ്റ് ബ്രിട്ടീഷുകാർ പറയുന്ന പോലെ ഡിവൈഡ് ആൻഡ് റൂൾ പോലെ പഠിക്കണം. മേ ബി ഇതിനെ മാത്രം ബേസ് ചെയ്തിട്ട് കുറച്ച് MCQ ഉണ്ടാവും. അടുത്ത പറയുന്ന വേറൊരു കോൺസെപ്റ്റിനെ പറ്റി വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമുക്ക് നോക്കാം. പാർട്ട്ണർഷിപ്പ്, അതിൽ 3 പാർട്ട്നേഴ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ക്യാപിറ്റൽ 10 ലക്ഷം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഈച്ച് പാർട്ട്ണർ റിസീവ്ഡ് 15% ഇൻട്രസ്റ്റ്. ഓക്കെ, PGBPയിൽ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ അസസ്മെന്റിന്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഫ്രം ദി ഫേം ആൻഡ് റെമ്യൂണറേഷൻ 30,000 പെർ മന്ത്. ഇൻട്രസ്റ്റ് ആൻഡ് റെമ്യൂണറേഷൻ ആർ ഓതറൈസ്ഡ് ബൈ പാർട്ട്ണർഷിപ്പ് ഡീഡ്. ബുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എല്ലാം പാർട്ട്ണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അത്രയും തന്നിട്ടുള്ളൂ. കുറെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ദെൻ പിന്നെ ഇൻഷുറൻസ് പോളിസിയുടെ കാര്യം പറയുന്നുണ്ട്. മേ ബി അപ്പോൾ തേർഡ് പാർട്ടാണ് ഈ പാർട്ട് എന്ന് പറയുന്നത്, ഇൻഷുറൻസ് പോളിസി. സെക്കൻഡ് പാർട്ട് ഏതായിരിക്കും? സെക്കൻഡ് പാർട്ട് പാർട്ട് 2. ഓരോ പാര മേ ബി എന്താവാം, ഓരോരോ സ്റ്റോറീസ് ആവാം. പാർട്ട് 2. ദെൻ ഇൻഷുറൻസ് പോളിസി. ഓക്കെ, 3 എണ്ണത്തിനെ ബേസ് ചെയ്തിട്ടാണ് കഥ. ഒന്നാമത്തേതാ ഇൻഷുറൻസ്. പാർട്ട് 3 ഇൻഷുറൻസ്. ഇതിലെന്താ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇൻഷുറൻസ് പോളിസി കൺസിഡറേഷൻ റിസീവ്ഡ് ഓൺ മെച്യൂരിറ്റി എന്ന് പറയുന്നുണ്ട്. ഈ ഇൻഷുറൻസ് പോളിസി നമ്മൾ പേ ചെയ്തിട്ട് അതിന് തിരിച്ച് കിട്ടുന്നത് 10(10D) പ്രകാരം എക്സംപ്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ് പ്രൊവിഷൻ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. 80C നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം, ബട്ട് അത് തിരിച്ച് കിട്ടുന്ന സമയത്ത് നമുക്ക് 10(10D) എക്സംഷൻ കിട്ടും. എക്സംഷൻ കിട്ടാത്ത കേസസ് ഉണ്ട്. മേ ബി അതിനെ ടെസ്റ്റ് ചെയ്യാനായിരിക്കും. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് പാർട്ടിൽ ഇതിനെ പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയും വെച്ചിട്ടുള്ള കേസ് സിനാരിയോ ആണ് ഫസ്റ്റ് പാർട്ട്. നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. How much amount would be taxable in respect of income earned by Mr. Manish for let out of the residential and commercial units under which head? ഇയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതാണ്. ആള് സ്റ്റോക്ക് ആയിട്ട് വെക്കണമെന്നേ ഉള്ളൂ. പൊതുവെ ഇത് ഹൗസ് പ്രോപ്പർട്ടി ആവുമോ? ഇവിടെ ആൻസർ നോക്കൂ. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയും ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾ ഇൻകം ആയിട്ട് കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് അണ്ടർ വിച്ച് ഹെഡ് എന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യം ഒരു പ്രൊവിഷൻ മനസ്സിലാക്കുക. നോർമലി ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ശരിക്കും പറഞ്ഞാൽ ലെറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ തന്നെയാണ് വരിക. മിക്കവാറും കേസുകൾ. ഒരു കേസിൽ മാത്രം കേസ് മാറും. ഏതാണെന്ന് പറഞ്ഞുതരാം. ലെറ്റ് ഔട്ട് ചെയ്യുന്നതാണ് അയാളുടെ ബിസിനസ് എന്നുണ്ടെങ്കിൽ ആൻഡ് അയാൾ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് ലെറ്റ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ കം അണ്ടർ PGBP. ഏതാണ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്? ആളുടെ ബിസിനസ് തന്നെ ലെറ്റ് ഔട്ട് ആയിരിക്കണം. ലെറ്റ് ഔട്ട് ബിസിനസ് കേട്ടോ, വാങ്ങി വെക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ അല്ല പറയുന്നത്. റെന്റിന് കൊടുക്കുന്നതാണ് അയാളുടെ ബിസിനസ്. ലെറ്റ് ഔട്ട് ബിസിനസ് ആണ്. ആൻഡ് അയാൾ ലെറ്റ് ഔട്ട് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ ഈ 2 കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഈ 2 കണ്ടീഷനും ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ കം അണ്ടർ PGBP. ഇത് സെക്ഷൻ 28 ഇതിനെപ്പറ്റി പറയുന്നത്. നമ്മൾ ആ പ്രൊവിഷനിലോട്ടൊന്നും ഇൻഡെപ്ത് ആയിട്ട് കടക്കുന്നില്ല. പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. എൻ്റെ കൂടെ ലെറ്റ് ഔട്ട് ആയിരിക്കണം അയാളുടെ ബിസിനസ്. ആൻഡ് ആള് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് ലെറ്റ് ഔട്ട് ചെയ്തിട്ട് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് PGBPയിൽ പോകണം. ഓൾ അതർ ഇൻകം വിൽ കം അണ്ടർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഫസ്റ്റ് കേസ് ഏതാ? ഇത് മാത്രം മൈൻഡിൽ വെച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഹൗ മച്ച് എമൗണ്ട് വുഡ് ബി ടാക്സബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകം ഏൺഡ് ബൈ മനീഷ് ഫോർ ലെറ്റ് ഔട്ട് ഓഫ് റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ യൂണിറ്റ്സ് അണ്ടർ വിച്ച് ഹെഡ്? ആള് റെന്റിന് കൊടുത്തു എന്നാണ് പറയുന്നത്. റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അത് കണക്കാക്കിയാൽ മതി. ആള് ലെറ്റ് ഔട്ട് ആണ് ബിസിനസ് എന്ന് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നില്ല.
സോ നമ്മൾ നോർമൽ രീതിയിൽ കണക്കാക്കിയാൽ മതി. റെസിഡൻഷ്യൽ ആയാലും ശരി, കൊമേഴ്ഷ്യൽ ആയാലും ശരി, ഏതൊരാൾ ചെയ്താലും അത് ഹൗസ് പ്രോപ്പർട്ടിയിലാണ് വരിക. നമ്മൾ പറഞ്ഞ എക്സെപ്ഷണൽ കേസ് ഒഴികെ. ഓക്കെ അല്ലേ? അപ്പൊ ഇതില് നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ടേ. ആൾ എത്രണ്ണം ലെറ്റ് ഔട്ട് ചെയ്യേണ്ടതെന്ന് നോക്കുക. ലെറ്റ് ഔട്ട് ചെയ്യുന്നത് ഇവിടെ നോട്ടാണെന്ന് പറഞ്ഞു. 1 May 2024 തൊട്ടാണ് ആൾ ലെറ്റ് ഔട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം GAV കണക്കാക്കണം. GAV കണക്കാക്കിയതിന് ശേഷം 30% റിഡക്ഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. ഫസ്റ്റ് കേസിൽ അയാൾ ലെറ്റ് ഔട്ട് ചെയ്തത് മെയ് തൊട്ടാണ്. 15,000 20,000 ആണ് ആക്ച്വലി കിട്ടിയത്. എക്സ്പെക്ടഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യണം. എക്സ്പെക്ടഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്ത് വിച്ച് ഈസ് ഹയർ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 10 റെസിഡൻഷ്യൽ ഹൗസ് ലെറ്റ് ഔട്ട് ചെയ്ത സമയത്ത് 15,000 രൂപ വെച്ച് റെന്റ് കിട്ടി. എക്സ്പെക്ടഡ് റെന്റ് 14,000 ആണ്. 15,000 ഓർ 14,000 വിച്ച് ഈസ് ഹയർ. ഏതാ ഹയർ? 15,000 ആണ് ഹയർ. 15,000 പെർ പ്രോപ്പർട്ടി ഇൻറ്റു ഫസ്റ്റ് മെയ് തൊട്ടാണ് ആള് റെന്റിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 11 മാസത്തേക്ക് കണക്കാക്കുക. 10 ഇൻറ്റു 15,000 ഇൻറ്റു 11 എത്രയാണ് നോക്ക്? 10 ഇൻറ്റു 15,000 ഇൻറ്റു 11 16,50,000 മൈനസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 16,50,000ന്റെ 30%. 4,95,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 11,55,000. ഇതാണ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. GAV കണ്ടുപിടിക്കുക, എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും വിച്ച് ഈസ് ഹയർ എടുക്കുക, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്യുക. 11 മാസത്തേക്കാണ്, ആൾക്ക് 10 വീടുണ്ട്. ഇതെല്ലാം മൈൻഡിൽ വെക്കുക. പിന്നെ പറയുന്നത് 5 കൊമേഴ്ഷ്യൽ യൂണിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. 5 കൊമേഴ്ഷ്യൽ യൂണിറ്റ് GAV ഏതാ എടുക്കേണ്ടത്? 20,000 ആണ് ആക്ച്വൽ റെന്റ്, 22,000 ആണ് എക്സ്പെക്ടഡ് റെന്റ്. വിച്ച് ഈസ് ഹയർ? ഏതെടുക്കണം? 22,000 എടുക്കണം. 5 ഇൻറ്റു 22,000 ഇൻറ്റു എത്ര മാസം? 11 മാസം. എത്രയാണ് കണക്കാക്ക്? 5 ഇൻറ്റു 22,000 ഇൻറ്റു 11 12,10,000. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്യാലോ, മൈനസ് 30% ഇൻറ്റു 0.3 3,63,000 മൈനസ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 8,47,000. എടാ ഫസ്റ്റ് കേസിൽ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ആളത് ലെറ്റ് ഔട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. എന്താ തടസ്സം? ലെറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളെ ലെറ്റ് ഔട്ട് അല്ല ബിസിനസ്. ലെറ്റ് ഔട്ട് ആണ് ബിസിനസ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റേ കേസ് വരും. ലെറ്റ് ഔട്ട് ഒന്നും അല്ല, നോർമലി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണക്കാക്കുക. 11,55,000 ശരി, 8,47,000 ശരി, ബോത്ത് വിൽ കം അണ്ടർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ആൻസർ ഉണ്ടോ നോക്കാം. ഫസ്റ്റ് വൺ ഓപ്ഷൻ. ഇതിൽ എത്രയാണ് കാണിക്കുക എന്ന് പറയുന്നത്? 11,55,000 ഫ്രം റെസിഡൻഷ്യൽ യൂണിറ്റ്സ് ആൻഡ് 8,47,000 ഫ്രം കൊമേഴ്ഷ്യൽ യൂണിറ്റ്സ് അണ്ടർ ഹെഡ് ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇത് തന്നെ കറക്റ്റ്. രണ്ടും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ കാണിക്കണം. 11,55,000 7,70 തെറ്റാണ്. 10,78 8,47 അതും തെറ്റാണ്. 11,55 12,10 അതും തെറ്റാണ്. ഓക്കെ, ജസ്റ്റ് നോക്കുമ്പോൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്നാണല്ലോ പറയാം. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് വൺ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഫസ്റ്റ് വൺ ഓപ്ഷൻ എ. രണ്ടാമത്തെ, what would be your answer to MCQ 1 if Mr. Manish is not real estate developer and has a business of letting out of property? ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഏതാ? പോയിന്റ് ലെറ്റ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ there is one extra provision in section 28. 28 പറയുന്ന എക്സ്ട്രാ പ്രൊവിഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ലെറ്റ് ഔട്ട് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ, ഇഫ് യു ആർ എ ബിസിനസ് ഓണർ ഓഫ് എ ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടീസ്, then that part will come under PGBP. അപ്പൊ റെസിഡൻഷ്യൽ യൂണിറ്റോ സാറേ? റെസിഡൻഷ്യൽ യൂണിറ്റ് നമ്മളുടെ ആസ് യൂഷ്വൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ ഈ പാർട്ട്, അതായത് 10 ഇൻറ്റു 15,000 ഇൻറ്റു 11 ഇത് റെസിഡൻഷ്യൽ ആണല്ലോ. ആൻഡ് രണ്ടാമത്തെ പാർട്ട് ബിസിനസ് ആണ്. സോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിന്റെ കാൽക്കുലേഷൻ എൻറ്റയർലി മാറും. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വന്നാലേ ഏതൊക്കെ വരുള്ളൂ? ഗ്രോസ് ആനുവൽ വാല്യൂ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് വരുള്ളൂ. PGBP ഹെഡിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കിട്ടിയ റെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, സെക്കൻഡ് കേസിലും ഫസ്റ്റ് പാർട്ട് റെസിഡൻഷ്യൽ യൂണിറ്റ്സ് ട്രാൻസ്ഫർ, ലെറ്റ് ഔട്ടിന് കൊടുക്കുന്നതിൽ കാൽക്കുലേഷൻ വ്യത്യാസമൊന്നുമില്ല. അതിന്റെ ആൻസർ 11,55,000 തന്നെയാണ്. ചേഞ്ച് എവിടെ വരിക? കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് ചെയ്യുന്ന സമയത്ത് 5 കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ടിന് കൊടുക്കുന്നുണ്ട്. അത് PGBP യിലാണ് വരേണ്ടത്.
20,000 22,000 കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രൊവിഷൻ അല്ല നോക്കുന്നത്, സെക്ഷൻ 28ന്റെ പ്രൊവിഷനാണ് നോക്കുന്നത്. കിട്ടിയ റെന്റ് 20,000 രൂപ. ആ 20,000 രൂപ കമ്പ്യൂട്ട് ചെയ്യുക. 5 ഇൻറ്റു 20,000 ഇൻറ്റു എത്ര മാസം? 11 മാസം. 5 ഇൻറ്റു 20,000 ഇൻറ്റു 11 എത്ര വരിക? 11 ലക്ഷം. ഇത് ഏതിൽ വരും? ഇത് PGBP വരും. സാറേ അതെന്താ GAV എടുക്കാതിരുന്ന്? എടാ GAV ഹയർ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ കാൽക്കുലേറ്റ് ചെയ്യണതാവണം. ഇത് ഏതിലാണ് കണക്കാക്കുന്നത്? PGBP-യിലാണ്. PGBP എന്ന് പറഞ്ഞാൽ കിട്ടിയ റെന്റ്. സാറേ ഇപ്പൊ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എടാ അത് ഹൗസ് പ്രോപ്പർട്ടി അല്ല, PGBP ആണ്. PGBP-യിൽ എന്ത് മാത്രം കണക്കാക്കിയാൽ മതി? 11 ലക്ഷം. അതെന്താ സാറേ മറ്റേതപ്പോ റെസിഡൻഷ്യൽ ചേഞ്ച് വരാതിരുന്ന്? റെസിഡൻഷ്യൽ ചേഞ്ച് വരാതിരിക്കാൻ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ബിസിനസ് ചെയ്യുന്ന ആൾ ചെയ്താൽ പോലും അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ തന്നെയാണ്. വ്യത്യാസം മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഈ എക്സെപ്ഷണൽ പോയിന്റ് വൃത്തിക്ക് പറഞ്ഞത്. ലെറ്റ് ഔട്ട് ബിസിനസ് ആയിരിക്കുന്ന ഒരാള് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ടിന് കൊടുത്താലാണ് PGBP-ക്കുള്ളിൽ വരിക. ഞാനിപ്പോ തന്നെ ഒരു 10 പ്രാവശ്യം പ്രൊവിഷൻ പറഞ്ഞു, മൈൻഡിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോ നമ്മളുടെ ആൻസർ പ്രകാരം 11.55 വരണം, 11 വരണം. ഏതിലാ വരുന്ന നോക്കാം. 11.55 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലും 11 ലക്ഷം കൊമേഴ്ഷ്യൽ യൂണിറ്റ്സ് അണ്ടർ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിലും വരണം എന്ന് പറയുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. പരിപാടി എത്രയേ ഉള്ളൂ, കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വുഡ് ബി ദി ടാക്സ് ട്രീറ്റ്മെന്റ് ഓഫ് വേക്കന്റ് റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ യൂണിറ്റ്സ് ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 24-25? എടാ 24-25 വേക്കന്റ് ആയിട്ട് കിടന്ന പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അതിന്റെ ലെറ്റ് ഔട്ടിന്റെ ലെറ്റ് ഔട്ട് അല്ല, അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് ചോദിക്കുകയാണ്. പൊതുവേ സെക്ഷൻ ഈ ഹൗസ് പ്രോപ്പർട്ടിയുടെ സെക്ഷൻസ് പറയുന്ന സമയത്ത് അവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഇഫ് യു ആർ എ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആള്, നിങ്ങളൊരു സ്റ്റോക്ക് ആയിട്ടാണ് നിങ്ങളുടെ പ്രോപ്പർട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് അതിന്റെ സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന ആള്, ഏത് ബിസിനസ്സിനാ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ സ്റ്റോക്ക് ആവുക? അവരത് വിൽക്കാൻ വേണ്ടി വെച്ചതായിരിക്കും. അപ്പൊ ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ്, റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആള്, ഇവരെയൊക്കെ സംബന്ധിച്ച് ഈ പറയുന്ന പ്രോപ്പർട്ടീസ് സ്റ്റോക്കാണ്. അതിനെപ്പറ്റി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രൊവിഷൻസ് പറയുമ്പോൾ ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്. നിങ്ങളുടെ കൺസ്ട്രക്ഷൻ കഴിയുന്ന വർഷത്തിന്റെ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ നിന്ന് 2 കൊല്ലത്തേക്ക് നിങ്ങൾ ആ സ്റ്റോക്കിനെ ചുമ്മാ വെച്ചിരിക്കുകയാണ്, വിൽക്കാൻ വേണ്ടി ചുമ്മാ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഡീംഡ് ലെറ്റ് ഔട്ട് ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നെറ്റ് ആനുവൽ വാല്യൂ 0 ആണെന്ന് പറഞ്ഞ് അവർ ഓൾറെഡി ഒരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റേ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലാണ് അതിന്റെ പോയിന്റ് പറയുന്നത്. പൊതുവെ 2 വീടിൽ കൂടുതൽ കൈവശം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഡീംഡ് ലെറ്റ് ഔട്ട് ആയി കണക്കാക്കുന്ന പറഞ്ഞ് പോയിന്റ് ഉണ്ട്. പക്ഷേ ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിന് ഒരു എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് ഉള്ളത്, നിങ്ങളുടെ കൺസ്ട്രക്ഷൻ കഴിയുന്ന ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ നിന്ന് 2 കൊല്ലത്തേക്ക് സ്റ്റോക്ക് ആയിട്ട് വെച്ചിരിക്കുന്ന ആ പ്രോപ്പർട്ടീസ് റെന്റിന് കൊടുത്തിട്ടില്ലെങ്കിൽ, ലെറ്റ് ഔട്ടിന് കൊടുത്തിട്ടില്ലെങ്കിൽ, വേക്കന്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ റെന്റ് ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. അതിന്റെ നെറ്റ് ആനുവൽ വാല്യൂ നില്ലായിട്ട് കൺസിഡർ ചെയ്യുന്ന പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ. നമ്മളുടെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞത് എപ്പോഴാ? കൺസ്ട്രക്ഷൻ കഴിഞ്ഞത് 1/2/23. അപ്പൊ 1/2/23 ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് അവിടെ തൊട്ട് 2 കൊല്ലത്തേക്ക് നമ്മുടെ 23-24 ഫിനാൻഷ്യൽ ഇയർ വരും, 24-25 ഫിനാൻഷ്യൽ ഇയർ വരും. ആ വർഷങ്ങളിലൊന്നും എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വേക്കന്റ് ആയി വെച്ചതിനെ ഡീംഡ് ലെറ്റ് ഔട്ട് ആയിട്ട് കണക്കാക്കിയിട്ട് ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. ഇതാണ് പ്രൊവിഷൻ. ഓക്കെ, പ്രൊവിഷൻ ഒക്കെ അറിഞ്ഞാലേ ഇത് മനസ്സിലാവുള്ളൂ. ഇത് റിവിഷൻ ആണ്. വീണ്ടും ഞാൻ ഈ പ്രൊവിഷൻ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ജസ്റ്റ് ഒരു ഓവറോൾ ഒരു ഐഡിയ തരാം. യു ക്യാൻ റെഫർ ദാറ്റ് പെർട്ടിക്കുലർ സെക്ഷൻ. അത്രേ എനിക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഇതിനെ റിവിഷൻ ടെസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. സാർ പ്രൊവിഷൻ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഇവിടെ പ്രൊവിഷൻ അല്ല എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് പുട്ടിങ് സം ഹിന്റ് ടുവേർഡ്സ് യുവർ മൈൻഡ്. ദാറ്റ്സ് ഇറ്റ്. പറഞ്ഞൊന്ന് മാത്രം. പ്രൊവിഷൻ പോയി റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഈ പറഞ്ഞ പോയിന്റ് സെക്ഷൻ 28-22 ഒക്കെ പോയി റെഫർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ പറഞ്ഞതുപോലെ മൂന്നാമത്തെ പാർട്ട്, നോ ടാക്സ് ട്രീറ്റ്മെന്റ് വുഡ് ബി ദർ as if the units were not let out and held as stock in trade and 2 years have not elapsed from the end of the financial year in which certificate of completion is obtained. തന്നെയാണ് പോയിന്റ്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ വർഷത്തിന്റെ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ നിന്ന് 2 കൊല്ലം നമുക്ക് എന്ത് ചെയ്യണ്ട, വേക്കന്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീസിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നെറ്റ് ആനുവൽ വാല്യൂ 0 ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, തേർഡില് എ ആണ് ആൻസർ. ഡീംഡ് ലെറ്റ് ഔട്ട് ആവില്ല, ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആവില്ല, ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആവില്ല. ഓക്കെ, ഫസ്റ്റത്തെയാണ് ആൻസർ. അടുത്തത് എൽഐസിയുടെ ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ പാർട്ട് 1നെ ബേസ് ചെയ്തിട്ടുള്ള 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ആൻസർ ശരിയാണോ നോക്കാം. ആൻസർ ഏതൊക്കെയാ? എയും ഫസ്റ്റ് വൺ എ, ഡി, എ. എ ഡി എ ആണ് ആൻസർ. നമുക്ക് ഫൈനൽ ആൻസർ നോക്കുന്ന സമയത്ത് എ ഡി എ. ഓക്കെ, അപ്പൊ 3 കറക്റ്റ് ആണ്. 11:55 റെസിഡൻഷ്യലും 8:47 മറ്റേത്. ഇതിൽ എക്സ്പ്ലനേഷൻ ഒന്നും അവർ തന്നിട്ടില്ല. എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ജസ്റ്റ് ചെക്ക് ദോസ് പ്രൊവിഷൻസ് ഇഫ് യു ഹാവ് ടൈം. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ പ്രൊവിഷൻസ് ഒക്കെ ഒന്ന് റീചെക്ക് ചെയ്താൽ മതി. 28ഉം 22ഉം ഒക്കെ ചെക്ക് ചെയ്താൽ തന്നെ കിട്ടും. നമുക്ക് ബാക്കി നോക്കാം. നാലാമത്തെയും ഏതാ? 4, 5, 6 3 കൂടി ഉണ്ട്. നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെയും അതേപോലെ തന്നെ LICയുടെയും ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ലൈഫ് ഇൻഷുറൻസ് പോളിസി വുഡ് ബി എക്സംപ്റ്റ്? ഏത് ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് എക്സംപ്റ്റ് ആവുക എന്ന് ചോദിക്കുന്നത്. ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് പാർട്ട് 3ലാണ് അതിന്റെ ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ കൂൾ ഓഫ് ടൈമിലോ അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കണം. കേസ് സിനാരിയോ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരൊറ്റ കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് 6 ക്വസ്റ്റ്യൻ ആവണമെന്ന് നിർബന്ധമില്ല. 3 ഇൻഡിപെൻഡന്റ് പാർട്ട് ആവാം, ഓർ ഇവൺ 1 ആവാം. ജസ്റ്റ് പറയണമെന്ന് മാത്രം. ഇങ്ങനത്തെ പോസിബിലിറ്റിയും ഉള്ളത് നിങ്ങൾ ആലോചിക്കണം. ശരിയല്ലേ? ഹി ഹാസ് ടേക്കൺ 4 ലൈഫ് ഇൻഷുറൻസ് പോളിസി. ദ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട് എന്നാ പറയുന്നത്. ഇതിൽ ഏതൊക്കെ എക്സംപ്റ്റഡ് ആവുന്നതാണ് ചോദിക്കുന്നത്. ആകെ മനസ്സിലാക്കേണ്ട ഒരു പ്രൊവിഷൻ, നമുക്ക് സെക്ഷൻ 10D എന്ന് പറഞ്ഞിട്ടൊരു എക്സംഷൻ ഉണ്ട്. എന്താ 1010D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈഫ് ഇൻഷുറൻസ് പോളിസിക്ക് വേണ്ടി നിങ്ങൾ പേ ചെയ്യണു. അതിന്ന് തിരിച്ചു കിട്ടുന്ന റിഡംഷൻ വാല്യൂ അല്ലെങ്കിൽ അതിന്ന് തിരിച്ചു കിട്ടുന്ന സറണ്ടർ വാല്യൂ, നമുക്ക് അതിന്ന് കിട്ടുന്ന കൺസിഡറേഷൻ റിസീവ്ഡ് ഓൺ മെച്യൂരിറ്റി, ആ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നോർമലി അതിനൊരു എക്സംഷൻ ഉണ്ട്. ആ എക്സംഷൻ കിട്ടണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ, നിങ്ങൾ 1/4/2012 ശേഷം പർച്ചേസ് ചെയ്ത പോളിസി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സം അഷ്യൂർഡിന്റെ 10%-നേക്കാൾ താഴെയാണ് നിങ്ങളുടെ പ്രീമിയം പേ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പോളിസീസ് നമുക്ക് തിരിച്ച് മെച്യൂരിറ്റി സമയത്ത് പൈസ കിട്ടുന്ന സമയത്ത് കിട്ടുന്ന എമൗണ്ട് എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. 1/4/2012 ശേഷം ഇഷ്യൂ ചെയ്തതാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലിമിറ്റ് 10%, 1/4/2012 മുമ്പാണെന്നുണ്ടെങ്കിൽ അത് 20% ആണ്. ഇവിടെ നമ്മളിപ്പോ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഒക്കെ 12 ശേഷമാണ്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, 1/4/2012 ശേഷം ഇഷ്യൂ ചെയ്യുന്ന പോളിസീസ് ആണെങ്കിൽ സം അഷ്യൂർഡിന്റെ 10%-നേക്കാൾ താഴെയാണോ പ്രീമിയം എന്ന് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സംഷൻ കിട്ടും. അതിന് പുറമെ 1/4/2023 തൊട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ഒരു പ്രൊവിഷൻ കൂടി ഉണ്ട്. 1/4/23 ശേഷം ഇഷ്യൂ ചെയ്യുന്ന പോളിസീസ് ആണെന്നുണ്ടെങ്കിൽ ദർ ഈസ് അഡീഷണൽ വൺ മോർ കണ്ടീഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണം. അതിന് മുകളിൽ നിങ്ങൾ 1 ഇയറിൽ പേ ചെയ്യുന്ന ടോട്ടൽ പ്രീമിയം ഇൻ അഗ്രിഗേറ്റ് 5 lakh എക്സീഡ് ചെയ്യാൻ പാടില്ല. 5 lakh വരെ കുഴപ്പമില്ല. നിങ്ങൾ ഇതെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, വലിയ വലിയ കോടീശ്വരന്മാർ 5 ലക്ഷം രൂപ വരെയൊക്കെ, 5 ലക്ഷം 10 ലക്ഷം ഒക്കെ പ്രീമിയം അടയ്ക്കും. സം അഷ്യൂർഡ് വലിയൊരു എമൗണ്ട് വെക്കും. എന്നിട്ട് അതിന്റെ 10% എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ 10%-ന് താഴെ പ്രീമിയം അടച്ചടച്ച് ഇത് അവസാനം കിട്ടുന്ന സമയത്ത് നമുക്ക് ഫുള്ളി കിട്ടുന്ന എമൗണ്ട് ഫുള്ളും ടാക്സ് ഫ്രീ ആവുകയാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്തൊരു പരിപാടിയാണ്. ഹൈ ഇൻകം കാറ്റഗറിയിലുള്ളവരെ ഇതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾക്ക് 1010D എക്സംഷൻ തരാം, പക്ഷെ 1/4/2023 ശേഷം ഇഷ്യൂ ചെയ്യുന്ന പോളിസീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർഷം പേ ചെയ്യുന്ന ടോട്ടൽ അഗ്രിഗേറ്റ് പ്രീമിയം 5 lakh കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ് കണ്ടീഷൻ വെച്ചു. സോ ആ കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യണം. അടച്ച പ്രീമിയം 1 ഇയറിൽ 5 lakh കൂടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സംഷൻ കിട്ടില്ല. ഓക്കെ, ആദ്യം നമുക്ക് 4 പോളിസി നോക്കാം, ഏതൊക്കെ എക്സംപ്റ്റഡ് ആവുമെന്ന് നോക്കാം. 10% ഒരു കണ്ടീഷൻ, 1/4/2023 ശേഷമാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷത്തിന്റെ ഒരു കണ്ടീഷൻ. ഇവിടെ ഫസ്റ്റ് പോളിസി സം അഷ്യൂർഡ് 35 ലക്ഷമാണ്. പ്രീമിയം എത്ര ലക്ഷത്തിൽ താഴെ ആയിരിക്കണം? 10%. 3.5 ലക്ഷം, 3.5 ലക്ഷത്തിൽ താഴെയാണ് പ്രീമിയം എന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂ. ഇവിടെ പ്രീമിയം എത്രയാ? പ്രീമിയം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പോയിന്റ്, GST ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്ക്ലൂഡിങ് GST വാല്യൂ തന്നെയാണ് നമ്മൾ എടുക്കുക. 4 ലക്ഷമാണ് പ്രീമിയം അടച്ചിരിക്കുന്നത്. 3.5 ലക്ഷം രൂപ വരെ പ്രീമിയം അടക്കുകയാണെങ്കിൽ എക്സംഷൻ കിട്ടുമായിരുന്നു. പ്രീമിയം അടച്ചിരിക്കുന്നത് സം അഷ്യൂർഡിന്റെ 10%-നേക്കാൾ മുകളിലാണ്. 3.5 ലക്ഷത്തിന് വരെ എത്ര അടച്ചിരിക്കുന്നത്? 4 ലക്ഷമാണ് പ്രീമിയം അടച്ചിരിക്കുന്നത്. സോ കേസ് എയിൽ, പോളിസി നമ്പർ എയിൽ എന്ത് കിട്ടില്ല? എക്സംഷൻ കിട്ടില്ല. അതേപോലെ തന്നെ 14 ലക്ഷം സം അഷ്യൂർഡ് ഉള്ളപ്പോൾ നമുക്ക് മാക്സിമം പ്രീമിയം എത്ര വരെ അടയ്ക്കാൻ പറ്റുമായിരുന്നു? 1.4 lakh വരെ. 10% ഓഫ് 14 lakh. 14 lakhന്റെ 10% 1.4 lakh വരെ പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവരടച്ച പ്രീമിയം എത്രയാ? 1.5 lakh ആണ്. 1.5 lakh പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ ദാൻ 10%. സോ 1010D എക്സംഷൻ വിൽ നോട്ട് ബി അവൈലബിൾ. ഇതും ടാക്സബിൾ ആണ്.
മൂന്നാമത്തെ 22 ലക്ഷമാണ് സം അഷ്വേർഡ്. അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 2,20,000. 2,20,000 താഴെയാണ് പ്രീമിയം പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ എത്ര പ്രീമിയം? 2 ലക്ഷമാണ് പ്രീമിയം പേ ചെയ്തിരിക്കുന്നത്. നോ ഇഷ്യൂ. ശരിയല്ലേ? അപ്പൊ ഇനി ഇവിടെ പോയി 22 ലക്ഷം. ഇനി അടുത്തത് എന്ന് പറയുന്നത് 31 ലക്ഷമാണ് പേ ചെയ്തിരിക്കുന്നത്. സം അഷ്വേർഡ് എന്ന് പറയുന്നത് 31 ലക്ഷത്തിന്റെ 10% എന്ന് പറയുമ്പോൾ 3,10,000 താഴെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ 31 ലക്ഷത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ 3,10, 3,10ന്റെ താഴെയാണെങ്കിൽ 3 ലക്ഷം ഈസ് നോട്ട് ആൻ ഇഷ്യൂ. അപ്പോ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ രണ്ട് കേസിലും നോർമലി 10(d)യുടെ എക്സംഷൻ കിട്ടും. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, പ്രീമിയം അടച്ചത് അഗ്രിഗേറ്റ്ലി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 5 lakhന് താഴെ ആയിരിക്കണം എന്നാണ് കണ്ടീഷൻ പറയുന്നത്. ശരിയല്ലേ? ഇവിടെ 1/2/2024 1/7/24 സോ ഒരു വർഷത്തിൽ പേ ചെയ്തിരിക്കുന്ന പ്രീമിയം ഒന്ന് സം അഷ്വേർഡിന്റെ 10% താഴെ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷം കൂടാനും പാടില്ല. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കൂ. 2 ലക്ഷവും 3 ലക്ഷവും രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ 5 ലക്ഷം. 5 ലക്ഷം എക്സീഡ് ചെയ്തിട്ടില്ല. സോ എക്സീഡ് ചെയ്യാത്തത് കാരണം അവിടെ ഒരു കണ്ടീഷൻ ഉള്ളത് 5 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം എന്ന് പറഞ്ഞ കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. രണ്ട് കണ്ടീഷൻ ഏതൊക്കെയാ? സം അഷ്വേർഡിന്റെ 10% താഴെ ആയിരിക്കണം, രണ്ടവിടെയും സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. ദെൻ അഗ്രിഗേറ്റ് രണ്ട് പ്രീമിയം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 5 lakhനേക്കാൾ കൂടാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. 2 lakh plus 3 lakh 5 lakh വന്നിട്ടുള്ളൂ. ദെൻ നോ ഇഷ്യൂ. അവിടെ പോയി ഓക്കെ. അപ്പൊ രണ്ടും കൂടി വരുന്ന സമയത്ത് 5 ലക്ഷത്തിൽ താഴെ ആയതുകൊണ്ട് അതിന് എക്സംഷൻ കിട്ടും. ആദ്യത്തെ രണ്ടെണ്ണം 10% എന്നുള്ള ലിമിറ്റ് ക്രോസ് ചെയ്തത് കാരണം അതിന് എക്സംഷനും കിട്ടില്ല. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എയ്ക്കും ബിക്കും എക്സംഷൻ കിട്ടില്ല, സിക്കും ഡിക്കും കിട്ടും. ഒന്നുകൂടി പറയാം, സിക്കും ഡിക്കും കിട്ടാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒന്ന് സം അഷ്വേർഡിന്റെ 10%നേക്കാൾ താഴെ, പിന്നെ അഗ്രിഗേറ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് 5 lakhനേക്കാൾ താഴെ. ദാറ്റ്സ് ഇറ്റ്. 5 lakh 5 lakhന് താഴെ. അപ്പോ ഓപ്ഷൻ ഏതാ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻഷുറൻസ് പോളിസി വിൽ ബി എക്സംപ്റ്റഡ് അറ്റ് ദി ടൈം ഓഫ് മെച്യൂരിറ്റി പ്രൊസീഡ്സ്? ഏതൊക്കെയാണ് എക്സംപ്റ്റഡ് ആവുക എന്നാ പറയുന്നത്? സിയും ഡിയും ആണ് എക്സംപ്റ്റഡ് ആവുക. ഓപ്ഷൻ സി ആണ് ആൻസർ. ബി ആവില്ല. ഓക്കെ, അല്ല, സിയും ഡിയും ആണ് എക്സംപ്റ്റഡ് ആവുക. ഓക്കെ, നാലാമത്തെ ആൻസർ ഏതാ? നമ്മൾ 4 സി. LIC, സി ആൻഡ് ഡി. ക്ലിയർ? പരിപാടി ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തോ ആണെന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഡയറക്ട്ലി പ്രൊവിഷൻ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ. വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിലവിടെ പോയി ഒന്നുമില്ല, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇതില് വേറെ ശ്രദ്ധിക്കേണ്ട എന്താ? ഡേറ്റ് ഒന്നുമില്ല. ഈ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഒന്നും നമുക്ക് കാര്യമില്ല. നെവർ മൈൻഡ്. പ്രീമിയം ഫോൾസ് ഡ്യൂ എവറി ഇയർ. ജൂലൈയിലും ഫെബ്രുവരിയിലും നമ്മൾ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അടയ്ക്കുന്ന എമൗണ്ട് ടോട്ടൽ അഗ്രിഗേറ്റ് ഏപ്രിൽ ടു മാർച്ച് അടയ്ക്കുന്നത് 5 ലക്ഷത്തിൽ കൂടാതിരുന്ന എക്സംഷൻ കിട്ടും. 10% താഴെ ആയിരിക്കണം. ഈ സം അഷ്വേർഡിന്റെ 10% താഴെ. രണ്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടിയും കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഈ പ്രൊവിഷനൊക്കെ എക്സാം ഹോളിൽ ഓർമ്മ വരണം, അതാണ് അടുത്ത കാര്യം. ഓക്കെ, പ്രൊവിഷൻ ഓർമ്മ വരും എന്ന് വിചാരിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? 5ാമത്തെ പാർട്ട്. ഇൻകം ടാക്സബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ മനീഷ് ഫ്രം ദി ഫേം, അതായത് മറ്റേ സീകോ. അവിടെ പോയി ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. വെർ ഈസ് സീകോ? പാർട്ട് 2. അതന്നെ, അതാ മിസ്റ്റർ മനീഷ് ഹു ഈസ് ഓൾസോ എൻഗേജ്ഡ് വിത്ത് സോക്കോ. അതിന്റെ മറ്റേ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ കണ്ടീഷനാണ് വരുന്നത്. അപ്പൊ 5ഉം 6ഉം മറ്റേ 6 വേറെ ക്വസ്റ്റ്യൻ ആണ്. സോറി 6 വരെ 5 വരെയാണ് ഇത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു തോന്നുന്നു. ബാക്കിയുള്ളത് വേറെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ നേരത്തെ ഒന്നിനെ ബേസ് ചെയ്ത് 6 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞു, 5 ക്വസ്റ്റ്യനേ ഉള്ളൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസ് സിനാരിയോ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം 6ാമത്തെയാണ് നമുക്ക് അതിനുശേഷം കണ്ടുപിടിക്കേണ്ട എന്താ? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ കണ്ടുപിടിക്കുന്ന പരിപാടിയാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മറ്റേ 6(1)(a)യും 6 സബ്സെക്ഷൻ 6ഉം ഒക്കെയാണ്. ഞാൻ 6 ഉണ്ടെന്ന് വിചാരിച്ചു, 6 ഇല്ല, 5 ഉള്ളൂ. ഓക്കെ, നമുക്ക് 5th one നോക്കാം. 5th one, മനീഷിന്റെ കയ്യിൽ ടാക്സ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അവിടെ പോയി പ്രൊവിഷൻ ആദ്യം വായിച്ചു നോക്കാം. പാർട്ട് 2. ഓക്കെ, മിസ്റ്റർ മനീഷ് ഹു ഈസ് ഓൾസോ എൻഗേജ്ഡ് വിത്ത് ഫേം സോക്കോ ആൻഡ് അസോസിയേറ്റ്സ് ആസ് എ സ്ലീപ്പിംഗ് പാർട്ട്ണർ. ഓക്കെ, സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണ്. അപ്പൊ പ്രൊവിഷൻ ആലോചിക്കേണ്ടത് PGPP പഠിച്ചതാണ്. സ്ലീപ്പിംഗ് പാർട്ട്ണർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ
പാർട്ട്ണറുടെ കയ്യിലല്ല ടാക്സബിൾ. അവിടെ അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ കയ്യിൽ തന്നെ ഡിസലവ് ചെയ്യുന്നത് കാരണം പാർട്ട്ണറുടെ കയ്യിലല്ല അത് ടാക്സ് ചെയ്യുക, പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ കയ്യിൽ തന്നെ അതിനെ ഡിസലവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് പാർട്ട്ണർക്ക് വരില്ല. സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണ്. സ്ലീപ്പിംഗ് പാർട്ട്ണർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ ഈസ് നോട്ട് ടാക്സബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് പാർട്ട്ണർ. അറിയണം. വർക്കിംഗ് പാർട്ട്ണർക്ക് കൊടുക്കുന്നത് മാത്രമേ സമ്മതിക്കുള്ളൂ. ദി ഫേം ഹാസ് 3 പാർട്ട്നേഴ്സ്. 3 പാർട്ട്നേഴ്സ് ഉണ്ട്. ഹിസ് ക്യാപിറ്റൽ 10 ലക്ഷം ആണെന്ന് പറയുന്നുണ്ട്. ഈച്ച് പാർട്ട്ണർ റിസീവ്ഡ് ഇൻട്രസ്റ്റ് 15% ക്യാപിറ്റൽ ഓഫ് ദി ഫേം ആൻഡ് റെമ്യൂണറേഷൻ 30,000 പെർ മന്ത്. റെമ്യൂണറേഷൻ പാർട്ട്ണർഷിപ്പ് ഫേമിന് അലോ ചെയ്യില്ല. സ്ലീപ്പിംഗ് പാർട്ട്ണർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ പാർട്ട്ണർഷിപ്പ് ഫേമിന് അലോ ചെയ്യില്ല. പാർട്ട്ണർഷിപ്പ് ഫേമിന് അലോ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടു റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞ എക്സ്പെൻസ് എഴുതാൻ സമ്മതിക്കില്ല. ദാറ്റ് മീൻസ് സ്ലീപ്പിംഗ് പാർട്ട്ണർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ പാർട്ട്ണർഷിപ്പ് ഫേമിന് അലോ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് അത് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ കയ്യിൽ തന്നെ ടാക്സബിൾ ആവുന്നതിന് തുല്യമാണ്. അതിനർത്ഥം അതിനെ ഒരിക്കലും പാർട്ട്ണറുടെ കയ്യിൽ ടാക്സ് ചെയ്യിപ്പിക്കാൻ വഴിയില്ല. ഓക്കെ, വർക്കിംഗ് പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ റെമ്യൂണറേഷൻ അവിടെ എക്സ്പെൻസ് ആയിട്ട് സമ്മതിക്കും, പാർട്ട്ണർഷിപ്പ് ഫേമിന് എക്സ്പെൻസ് ആയിട്ട് സമ്മതിക്കും, പാർട്ട്ണറുടെ കയ്യിൽ ടാക്സ് ചെയ്യും. പക്ഷെ ഇവിടെ സ്ലീപ്പിംഗ് പാർട്ട്ണർ ആയത് കാരണം ആ ഒരു ഓപ്ഷനും പറ്റില്ല. ഇനിയുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണക്കാക്കാൻ ഇവർ കൊടുത്തിരിക്കുന്നത് 15% ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 12% കൂടാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് 12% വരെ പാർട്ട്ണർഷിപ്പ് ഫേമിന് ഡിഡക്ഷൻ സമ്മതിക്കും. സോ 12% വരെ പാർട്ട്ണറുടെ ടാക്സബിൾ ആക്കാം. 12%-ന് മുകളിലാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ തന്നെ ടാക്സ് ചെയ്യുന്നത് കാരണം പാർട്ട്ണറുടെ ടാക്സ് ചെയ്യിപ്പിക്കാൻ വഴിയില്ല. ശരിയല്ലേ? എടാ, ഈ പ്രൊവിഷനൊക്കെ അറിയണം. നമ്മൾ ആ സെക്ഷൻ 40 അതൊന്നും അല്ല ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബുക്സ് ഓഫ് അക്കൗണ്ട്സോ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പ്രൊവിഷൻസ് അല്ല. ദിസ് ഇസ് ജസ്റ്റ് എ റിവിഷൻ. നമ്മൾ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ ഫുള്ളായിട്ട് പോയിന്റ് ബൈ പോയിന്റ് പറയാനുള്ള ടൈം ഉണ്ട്. നിങ്ങൾക്ക് ഈ പ്രൊവിഷൻ അറിയാമെന്ന് വിചാരിക്കുന്നു. പ്രൊവിഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പറയൂ, എനിക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്താൽ മതി, ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ, നിങ്ങൾക്ക് പഠിച്ച സമയത്ത് ക്ലിക്ക് ആയിട്ടില്ല, പഠിച്ചത് മനസ്സിലായിട്ടില്ല, ഇതെന്താ സാറേ 12 അവിടെ ടാക്സ് ചെയ്യണു, ഇവിടെ ചെയ്യണില്ല, 15 ചെയ്യണില്ല. ഇറ്റ്സ് കോൺസെപ്റ്റ്. ഓക്കെ, അത് പറയാൻ സമയമില്ലാത്ത കാരണം നമ്മൾ പോയിന്റിലേക്ക് പോണു. അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. 12% വരെയേ എവിടെ സമ്മതിക്കുള്ളൂ? പാർട്ട്ണർഷിപ്പ് ഫേമിന് ഡിഡക്ഷൻ സമ്മതിക്കുള്ളൂ. അവിടെ ഡിഡക്ഷൻ സമ്മതിക്കുന്നത് കൊണ്ട് പാർട്ട്ണറുടെ കയ്യിൽ ടാക്സബിൾ ആവുന്നത് 12%. 12%-ന് മുകളിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഡിസലവ് ചെയ്യുന്നത് കാരണം പാർട്ട്ണറുടെ അത് ടാക്സബിൾ ആവില്ല. ശരിയല്ലേ? അപ്പൊ വെറും 12% ആണ് ടാക്സബിൾ ആവുക. 10 ലക്ഷത്തിന്റെ മുകളിൽ 12%, ദാറ്റ് ഈസ് 1.2 lakh, 1,20,000. 1,20,000. 10 ലക്ഷമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നുണ്ട്. 10 ലക്ഷത്തിന്റെ 12%, 1,20,000. ആൻസർ എത്രയാ? 1,20,000. ഓപ്ഷൻ ബി. ഓക്കെ, 4 ഓപ്ഷൻ സിയും 5 ഓപ്ഷൻ ബിയും. സിയും ബിയും 4 ചെക്ക് ചെയ്തല്ലോ അല്ലെ. 4 സി 5 ബി. 1,20,000. 10 ലക്ഷം ഇൻറ്റു 12%. പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഒക്കെ പ്രൊവിഷൻ. അപ്പൊ നമ്മുടെ ആദ്യത്തെ വന്നിട്ട് സെക്ഷൻ 28-ഉം 22-ഉം ഒക്കെ ചെക്ക് ചെയ്യുന്നതായിരുന്നു. എഗെയിൻ അത് തന്നെയായിരുന്നു. പിന്നെ വന്നിട്ട് നമ്മളുടെ ഹൗസ് പ്രോപ്പർട്ടിയിലുള്ള മറ്റേ ഇത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിനെ മറ്റേ ഡെവലപ്പർ, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ അതിനെ സ്റ്റോക്ക് ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിലുള്ള പ്രൊവിഷൻ ആയിരുന്നു ആ 2 കൊല്ലത്തേക്ക് അവർക്കൊരു ഗ്യാപ്പ് കിട്ടുന്ന സമയം. പിന്നെ നമ്മളുടെ 80-സിയും 10-10-ഡിയും കൂടി ഉള്ളത്. പിന്നെ 1,20,000 പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പ്രൊവിഷൻ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. MCQ കഴിഞ്ഞു. ഞാൻ ആദ്യം 6 ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് പറഞ്ഞ 6 ക്വസ്റ്റ്യൻ ഇല്ല, 5 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇനിയുള്ള 6 തൊട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്റ്റീവ്, നമ്മളുടെ പ്രോബ്ലം വൈസ് ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത്? 6ാമത്തെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. 7ാമത്തെ ക്യാപിറ്റൽ ഗെയിൻ്റെ വരുന്നുണ്ട്. 8ാമത്തെ അവർ കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ്. 9 TDSന്റെ പ്രൊവിഷൻസിന്റെ വരുന്നുണ്ട്. 10ാമത്തെ വരുന്നത് എന്തായിരുന്നു? ഡിപ്രീസിയേഷൻ. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം, TDS TCSും ടോട്ടൽ ഇൻകം എല്ലാം കൂടി ചേർന്നിട്ടാണ്. 5 ക്വസ്റ്റ്യൻ. MCQ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ശ്രദ്ധിക്കേണ്ട പോയിന്റ് 10-10-ഡിയിലുള്ള ആ ഒരു 5 ലക്ഷത്തിന്റെ പോയിന്റ് ശ്രദ്ധിക്കുക. ഇനി വരുന്ന ക്യാപിറ്റൽ ഗെയിൻ്റെ ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ. 5 പിന്നെയും കുഴപ്പമില്ല. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ക്വസ്റ്റ്യൻ ആണ്. 6 ക്യാപിറ്റൽ ഗെയിൻ. 5 റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ വന്ന അമെന്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 6 ക്യാപിറ്റൽ ഗെയിനിൽ വന്ന അമെന്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാം നോക്കണം. നേരെ നമുക്ക് ക്വസ്റ്റ്യൻ ഇതിലോട്ട് പോകാം. 6 7 അല്ലേ, മാറി മാറി പറഞ്ഞ. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ ഗെയിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാം പഠിക്കണം. ആകെ മൊത്തം ക്വസ്റ്റ്യൻ നമ്പർ കൺഫ്യൂഷൻ ആയതാണ്. നെവർ മൈൻഡ്. നേരെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് പോകാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്
residential status related detailed question. Okay. Sixth one, Mr. Varun, an Indian citizen engaged in consultancy business in India. ഇന്ത്യയിൽ കൺസൾട്ടൻസി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. He shifted to Dubai in the year 2019 to expand his consultancy business overseas. ഇന്ത്യക്ക് പുറത്ത് പോയി 2019 തന്നെ പോയിട്ടുണ്ട്. He visits India every year to supervise his office in Delhi. അതായത് ഇന്ത്യൻ സിറ്റിസൺ ആണ്, കംസ് ടു വിസിറ്റ് ടു ഇന്ത്യ. നമുക്കൊരു എക്സ്ട്രാ പ്രൊവിഷൻ കൂടി അപ്ലിക്കബിൾ ആവും. നമ്മൾ ആ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് 60+365 കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് പ്രൊവിഷൻ ഏതാ അപ്ലിക്കബിൾ ആവുക? 120+365 എന്നുള്ള കണ്ടീഷനാണ് അപ്ലിക്കബിൾ ആവുക. നിങ്ങൾക്ക് ഈ 120യുടെ കണ്ടീഷൻ അറിയുന്നു വിചാരിക്കുന്നു. ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കംസ് ടു വിസിറ്റ് ടു ഇന്ത്യ. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ആ ബേസിക് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ 60 പകരം 120 എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അതിവിടെ അപ്ലിക്കബിൾ ആവുന്ന ആലോചിച്ചാൽ മതി. പ്രൊവൈഡഡ് 120 ഡേയ്സ് ഇൻ ദി പ്രീവിയസ് ഇയറും അതിനു മുമ്പുള്ള 4 കൊല്ലത്തിൽ 365 ദിവസവും അതിനു പുറമെ ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം 15 ലക്ഷത്തിനേക്കാൾ കൂടുതലാവണമെന്നും പറയുന്നുണ്ട്. ആ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ഹി വിൽ ബിക്കം റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവും എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അതിലോട്ട് വരാം. ഹി സ്റ്റേ ഇൻ ഇന്ത്യ ഇൻ ദി കറന്റ് ആസ് വെൽ ആസ് ദി പാസ്റ്റ് ഇയർ ഈസ് ഗിവൺ ആസ് ഫോളോസ്. അതായത് കഴിഞ്ഞ വർഷവും അതിന് മുമ്പുള്ള വർഷങ്ങളിൽ എത്രയാണെന്നാണ് പറയുന്നത്. എഗെയിൻ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, ഇത് ഓർമ്മ വരണം, 120 ഡേയ്സ് ആണ് ഇവിടെ എടുക്കേണ്ടത്. പ്രീവിയസ് ഇയറിൽ 24-25 എന്തായാലും 182 ഇല്ലാത്തത് കാരണം ബേസിക് കണ്ടീഷൻ 1 സാറ്റിസ്ഫൈ ആവില്ല. ബേസിക് കണ്ടീഷൻ 2 ഞാൻ പറഞ്ഞു 60ക്ക് പകരം 120 ആണ് ചെക്ക് ചെയ്യേണ്ടത്, 120യും വരുന്നില്ല. അപ്പോൾ ഡയറക്ട്ലി നമ്മളുടെ ബേസിക് കണ്ടീഷൻ ഏതും തന്നെ സാറ്റിസ്ഫൈ ആവാത്ത കാരണം ഹി വിൽ ഡയറക്ട്ലി ബിക്കം നോൺ റെസിഡന്റ്. കണ്ടീഷൻ ശരിയല്ലേ? ആള് റെസിഡന്റ് ആണെങ്കിലല്ലേ നമ്മൾ പിന്നീട് അഡീഷണൽ കണ്ടീഷൻ ഒക്കെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 182 ഇല്ല. ഇനി മറ്റേ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുമെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 120 ഡേയ്സും ഇല്ല. അപ്പോൾ ഹി വിൽ ബിക്കം ഡയറക്ട്ലി നോൺ റെസിഡന്റ്. പ്രൊവിഷൻ അറിയുന്നു വിചാരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ട് ഉണ്ട്, നോട്ടൊക്കെ റെഫർ ചെയ്യുക. 616 ഓക്കെ, 6 സബ്സെക്ഷൻ 16 ഒക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പോയിന്റ് മനസ്സിലാവും. 6 സബ്സെക്ഷൻ 1ഉം 6 സബ്സെക്ഷൻ 1(6)(c) എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പ്രൊവിഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. സെക്ഷൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും പ്രൊവിഷൻ നമ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് കാര്യം മനസ്സിലാക്കുക. ആൻഡ് ഇതിന് പുറമെ ഒരു ഇൻകത്തിന്റെ കാര്യം പറയുന്നുണ്ട്, കുറച്ച് ഇൻകം പറയുന്നുണ്ട്. എന്താ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഡിറ്റർമിൻ വരുൺസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ അസസ്മെന്റ് ഇയർ 25-26 അസ്യൂമിംഗ് ഹി ഈസ് നോട്ട് ലയബിൾ ടു ടാക്സ് ഇൻ ദുബായ്. ഇതിന്റെ കാര്യം പറയുന്നത് 6(1)(a) എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. 6(1)(a) എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ, ഇന്ത്യക്ക് പുറത്ത് വേറെ എവിടെയും ടാക്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആള് ഈസ് നോട്ട് ലയബിൾ ടു പേ എനിവെയർ എൽസ് ഇൻ ദി വേൾഡ് അതർ ദാൻ ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് വേറെ എവിടെയും ടാക്സ് ചെയ്യുന്നില്ല. ആൻഡ് ആൾക്ക് ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആള് ഇന്ത്യയിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവും എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ട്. 6(1)(a) ഡീംഡ് റെസിഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ട്. ബേസിക് കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ആയില്ല. ആള് ദുബായിൽ റെസിഡന്റ് ദുബായിൽ ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയുന്നത് കൊണ്ട് മേ ബി 6(1)(a) വരുമെന്ന് നമുക്ക് നോക്കാം. അതിന് എന്തുകൂടി നോക്കണം? ഇന്ത്യയിൽ 15 ലക്ഷത്തിൽ കൂടുതൽ ഇന്ത്യൻ ഇൻകം ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ 15 ലക്ഷത്തിൽ കൂടുതൽ ഇന്ത്യൻ ഇൻകം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ കൺസൾട്ടൻസി ബിസിനസ് ഇൻ ഇന്ത്യയിൽ നിന്ന് 10 ലക്ഷം കിട്ടുന്നുണ്ട്. ആ ഇൻകം 15 ലക്ഷം കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണക്കാക്കേണ്ട ഒരു പോയിന്റ്, എനി ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ഓർ എനി പ്രൊഫഷൻ സെറ്റപ്പ് ഫ്രം ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ആ ഇൻകം കൂടി കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കൂടി പറയാം, ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ബിസിനസ് ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യണു, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള പ്രൊഫഷൻ സെറ്റപ്പ് ചെയ്തത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അതുകൂടി ഇന്ത്യയിലാണെന്ന് കൺസിഡർ ചെയ്യണം ആ 15 ലക്ഷത്തിന്റെ ലിമിറ്റ് നോക്കാൻ. ഇവിടെ ഇൻകം ഫ്രം കൺസൾട്ടൻസി ബിസിനസ് ഇൻ ദുബായ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ആൾക്ക് ഇന്ത്യയിൽ കൺസൾട്ടൻസി ബിസിനസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് മസ്റ്റ് ബി പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഈ 4 ലക്ഷവും നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? ഇന്ത്യൻ ഇൻകം ആയിട്ട് കണക്കാക്കണം. ഈ 10 ലക്ഷവും ഇന്ത്യൻ ഇൻകം ആയിട്ട് കണക്കാക്കണം. അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം കേരള എക്സംപ്റ്റഡ് ആണ്, അത് എടുക്കേണ്ട ആവശ്യമില്ല. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി ഇന്ത്യയിലത്തെ ഇൻകം ആണ്, ബട്ട് ഇൻകം ഫ്രം അതർ സോഴ്സിൽ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾക്ക് മാക്സിമം 20% ഡിഡക്ഷൻ കിട്ടും. ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ ഓൺ എബവ് ഷെയർസ് നമുക്ക് 20% ക്ലെയിം ചെയ്യാൻ പറ്റും, അപ് ടു മാക്സിമം 20%. സോ 50 മാക്സിമം നമുക്ക് 10 ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി 40. 10 ലക്ഷം 14 ലക്ഷത്തി 40,000. ഇവൺ ദോ 15,000 ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? 40,000 ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സോ
14,40,000 ആണ് ആളുടെ ഇന്ത്യൻ ഇൻകം. സോ 15 ലക്ഷത്തിൽ താഴെയാണ് ആൾക്ക് ഇന്ത്യൻ ഇൻകം. അപ്പൊ നമ്മളുടെ ബേസിക് കണ്ടീഷൻ എനിവേ അവിടെ സാറ്റിസ്ഫൈ ആവുന്നില്ല. 182 സാറ്റിസ്ഫൈ ആവണില്ല. 120 പ്ലസ് 365 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണില്ല. 61A വരുമെന്ന് നോക്കി. 61A വരണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് ഒന്ന് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, രണ്ട് ഇന്ത്യ ഒഴികെ വേറെ എവിടെയും ടാക്സ് അടയ്ക്കാത്ത സിറ്റുവേഷൻ ആയിരിക്കണം, ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലായിരിക്കണം. അപ്പൊ ആ 15 ലക്ഷത്തിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവാത്ത കാരണം ആൾ എന്തായിട്ട് മാറും? ഡയറക്ട്ലി നോൺ റെസിഡന്റ് ആയിട്ട് മാറും. ഈ ഒരു കണ്ടീഷൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ 61A കൂടി ചെക്ക് ചെയ്തു എന്ന് മാത്രം. അതർവൈസ് ഈ കണ്ടീഷൻസ് വെച്ചിട്ട് തന്നെ ആൾക്ക് നോൺ റെസിഡന്റ് ആവാം. 61A ചെക്ക് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ആള് ഇനി ഗൾഫിൽ എവിടെയെങ്കിലും ടാക്സ് അടക്കേണ്ടതുണ്ടെങ്കിൽ നോ ഇഷ്യൂ. ദുബായിലൊക്കെ ടാക്സ് അടക്കണമെങ്കിൽ കുഴപ്പമില്ല. അവിടെ ഒന്നും അടക്കുന്നില്ല എന്ന് പറഞ്ഞത് കാരണം 61A കൂടി ചെക്ക് ചെയ്ത് ആള് നോൺ റെസിഡന്റ് ആണെന്ന് മനസ്സിലായി. ഇനി കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ഓഫ് വരുൺ ഇഫ് ഹി ഓപ്സ് ഔട്ട് ഓഫ് ഡിഫോൾട്ട് ടാക്സ് റെജിം. ഇന്ത്യക്ക് മറ്റേ ഡിഫോൾട്ട് 115 BAC ചൂസ് ചെയ്യുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആളുടെ ഇൻകം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നോൺ റെസിഡന്റ് ആണ്. നോൺ റെസിഡന്റിന് ഇന്ത്യയിൽ കിട്ടുന്ന ഇൻകം അക്രൂഡ് ഓർ ഡീംഡ് ടു ബി അക്രൂഡ് ഇൻ ഇന്ത്യ ഓർ റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ മാത്രമാണ് ടാക്സബിൾ ആവുക. ഈ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ ഇത് ആർക്കേ ടാക്സബിൾ ആവുള്ളൂ? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിനും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിനും മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. സോ ഈ 4 ലക്ഷം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ടോട്ടൽ ഇൻകം കണക്കാക്കുമ്പോൾ. ഈ 10 ലക്ഷവും ഈ 40,000 10,40,000 വേണം നമ്മൾ എടുക്കാൻ. ലോജിക്ക് മനസ്സിലായോ? 15 ലക്ഷത്തിന്റെ ലിമിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റേ ഇൻകത്തിനെ ആഡ് ചെയ്തു. ഇന്ത്യയിൽ നിന്ന് സെറ്റപ്പ് ചെയ്ത പ്രൊഫഷൻ ഇന്ത്യക്ക് പുറത്ത് നിന്ന് അവർക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ആഡഡ് വിത്ത് 15 lakhന്റെ ചെക്ക് പോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്യണമായിരുന്നു. ആള് നോൺ റെസിഡന്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ ഏതൊക്കെ ഇൻകോ ടാക്സബിൾ ആയി? ഇന്ത്യയിൽ അക്രൂവ് ആയതും ഡീംഡ് ടു ബി അക്രൂഡ് ആയതും റിസീവ് ആയതും ഡീംഡ് ടു ബി റിസീവ്ഡ് ആയതും മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. സോ ദാറ്റ് മസ്റ്റ് ബി എക്സ്ക്ലൂഡഡ്. അപ്പൊ ആദ്യം നമ്മൾ 15 ലക്ഷത്തിന്റെ ചെക്ക് ചെയ്യും. ആൻസർ വേണമെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ആദ്യം ആ മറ്റേ പ്രൊവിഷൻസ് ഒക്കെ പറയുന്നുണ്ട്. സെക്ഷൻ 6 സബ്സെക്ഷൻ 1നെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. 6 സബ്സെക്ഷൻ 1A പറ്റി പറയുന്നുണ്ട്. 61A ഡീംഡ് റെസിഡന്റ് സെക്ഷൻ 6(1) നമ്മുടെ ആ ബേസിക് കണ്ടീഷനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്. അത് ചെക്ക് ചെയ്യുമ്പോൾ എനിവേ 14 ലക്ഷത്തിൽ 14.40 ഉള്ളൂ, 15 ലക്ഷത്തിന് താഴെയാണ്. ദെൻ ഡീംഡ് റെസിഡന്റ് ആവില്ല ആസ് പെർ സെക്ഷൻ 6(1A) എന്ന് പറഞ്ഞിട്ട് പോയിന്റ് എഴുതണം. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഏത് എടുക്കേണ്ട ആവശ്യമില്ല? നോട്ട് ടാക്സബിൾ സിൻസ് നെയ്തർ ഇൻകം അക്രൂഡ് ഓർ റൈസ് ഇൻ ഇന്ത്യ ഓർ റിസീവ്ഡ് ഇൻ ഇന്ത്യ. ആ 4 ലക്ഷം എടുക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ അക്രൂവ് ആയിട്ടില്ല, ഇന്ത്യയിൽ റിസീവ് ആയിട്ടില്ല. ബാക്കിയുള്ളത് എക്സംപ്റ്റഡ് ആയി. ദെൻ ബാക്കി 40 എടുത്തു. 10.40. ഇവിടെ 15 ലക്ഷത്തിന്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ക്വസ്റ്റ്യൻ എളുപ്പമാണ്, പക്ഷെ എന്തൊക്കെ അറിയണം? അങ്ങനെ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ഉണ്ട്, 6 സബ്സെക്ഷൻ 1A ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഡീംഡ് റെസിഡന്റും ആൻഡ് 120 ഡേയ്സിന്റെ കണ്ടീഷൻ അറിയണം, 61A അറിയണം. ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് ഹിഡൻ ആയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഐ മീൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന പ്രൊവിഷൻ ചെക്ക് ചെയ്യുന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. സോ യു ഹാവ് ടു ചെക്ക് ദാറ്റ് ആസ് വെൽ. ഓക്കെ, അപ്പൊ ആ പരിപാടി കഴിഞ്ഞു. ഇനിയാണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ക്യാപിറ്റൽ ഗെയിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബൈബാക്ക് വരുന്നുണ്ട് ആൻഡ് ആ 23rd ജൂലൈ എന്നുള്ളതിന്റെ ഡേറ്റ് വരുന്നുണ്ട്. എല്ലാം വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നേരെ നമുക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, മിസ്റ്റർ ആര്യൻ, എ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഈസ് വർക്കിംഗ് ഇൻ നിശ്ചയ് ലിമിറ്റഡ് ആൻഡ് ഏൺസ് എ സാലറി ഓഫ് 90,000 per month during the previous year 2024-25 and he holds 20,000 equity shares of Alpha Limited. Alpha Limited എന്ന് പറയുന്ന ഇന്ത്യയിലത്തെ ലിസ്റ്റഡ് കമ്പനിയുടെ 20,000 ഷെയർസ് കൈവശം വെക്കണമെന്നും പറയുന്നുണ്ട്. അത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ ആര്യൻ ഇഫ് ഹി ഈസ് പേയിങ് ടാക്സ് അണ്ടർ ഡിഫോൾട്ട് ടാക്സ് റെജീം. 115 BAC ആണെങ്കിൽ എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് അത് പ്രകാരം ഇപ്പൊ ആൾക്ക് സാലറി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ദെൻ അതിനുശേഷം 20,000 ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പർച്ചേസ് ചെയ്തപ്പോഴാണ് 1 January 2016 പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 200 per ഷെയർ വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ലിസ്റ്റഡ് കമ്പനിയാണ്. ദീസ് ആർ അക്വയർഡ് ത്രൂ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് STT. ഓക്കെ, ഇത് തന്നിരിക്കുന്നത് നമ്മളുടെ 112A അപ്ലിക്കബിൾ ആവുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പർച്ചേസ് ചെയ്യുന്ന സമയത്തും സെയിൽ ചെയ്യുന്ന സമയത്തും STT പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓഫ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ്. ആ ലിസ്റ്റഡിന്റെ 112A പ്രൊവിഷൻ അപ്ലിക്കബിൾ ആവണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്തും സെയിൽ ചെയ്യുന്ന സമയത്തും എന്ത് വേണം? STT പേ ചെയ്തിട്ടുണ്ടാവണം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 112A കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ
ഫോർമുലയൊക്കെ ഉണ്ട്. എനിവേ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ 31/1/18 ഒരു ഫെയർ മാർക്കറ്റ് വാല്യൂ ഒക്കെ എടുത്ത് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. നോക്കാം, നമുക്ക് ആ ക്വസ്റ്റ്യൻ ഫർദർ പോകുന്ന സമയത്ത് ആവശ്യം വരും. 112 വരുന്ന മനസ്സിലാക്കുക. ആൾക്ക് സാലറി ഉണ്ട് 90,000 പെർ മന്ത്. ഓക്കെ. ഇൻ ഓഗസ്റ്റ് 2024 മിസ്റ്റർ ആര്യൻ ട്രാൻസ്ഫർഡ് എ പ്ലോട്ട് ഇൻ ചണ്ഡീഗഡ് ഫോർ 70 lakh വിച്ച് വാസ് അക്വയർഡ് ബൈ ഹിം ഇൻ മെയ് 2016 ഫോർ 22 lakh. ഇത് അമെൻമെന്റ് റിലേറ്റഡ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ ക്ലിക്ക് ആവണം. എന്താ മനസ്സിലാക്കേണ്ടത്? ഇവർ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് 2024 നമ്മൾ ആ അമെൻമെന്റ്സിന്റെ വീഡിയോ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 23 തൊട്ട് 23/7 തൊട്ട് നടക്കുന്ന എല്ലാ ട്രാൻസ്ഫറുകൾക്കും ഇൻഡെക്സേഷൻ കിട്ടില്ല. ഇൻഡെക്സേഷൻ കിട്ടില്ല. അപ്പൊ അത് മൈൻഡിൽ ഓർമ്മ വേണം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇവിടെ കണ്ടുപിടിക്കുന്ന സമയത്ത് യു ഡോണ്ട് നീഡ് ടു ടേക്ക് ഇൻഡെക്സേഷൻ. ഓക്കെ. ആൻഡ് മെയ് 2016 22 ലക്ഷത്തിന് വാങ്ങിയെന്നാ പറയുന്നത്. അതൊക്കെ ഓക്കെ. ബ്രോക്കറേജ് 1% പേ ചെയ്തു എന്നും പറയുന്നുണ്ട്. ദാറ്റ്സ് ഫൈൻ. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ദെൻ നേരത്തെ ആൽഫ ലിമിറ്റഡിൽ നിന്ന് വാങ്ങിച്ചു വെച്ച 112 അപ്ലിക്കബിൾ ആവുന്ന ഷെയർസ് കൈവശം വെച്ചിട്ടുണ്ട്. ദെൻ 90,000 rupees സാലറി ഉണ്ട്. ഇതാണ് ഇതുവരെയുള്ള കഥ. ഇൻ നവംബർ 2024 ആൽഫ ലിമിറ്റഡ് ഡിസൈഡഡ് ടു ബൈ ബാക്ക് 50% ഓഫ് ഇറ്റ് ഷെയർസ് അറ്റ് 250 per share. അടുത്ത അമെൻമെന്റ് ബൈബാക്കിൽ അമെൻമെന്റ് വന്നിട്ടുണ്ട്. ഇത് ബൈബാക്ക് ആണ്. നമ്മളുടെ ആൽഫ ലിമിറ്റഡിന്റെ 20,000 ഷെയർ കയ്യിലുണ്ടല്ലോ, അതിൽ 50% ഷെയർസ് ഇവർ ബൈബാക്ക് ചെയ്തു എന്നാ പറയുന്നത്. ആൽഫ ലിമിറ്റഡ് ബൈബാക്ക് ചെയ്തു എന്നാ പറയുന്നത്. 1 ഒക്ടോബറിന് ശേഷമുള്ള ബൈബാക്കുകൾക്ക് ടാക്സേഷൻ ഡിഫറെന്റ് ആണ്. അതിന് മുമ്പ് വേറെ രീതിക്കായിരുന്നു, ഇതിന് ശേഷമുള്ളത് വേറെ രീതിക്കാണ്. 1 ഒക്ടോബറിന് ശേഷമുള്ള ബൈബാക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അമെൻമെന്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. സ്റ്റിൽ ഒന്നുകൂടി പറയാം. 1 ഒക്ടോബറിന് ശേഷം നടക്കുന്ന ബൈബാക്കുകൾക്ക് ബൈബാക്കിന്റെ ഭാഗമായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന എമൗണ്ടിനെ ഷെയർ ഹോൾഡറുടെ കയ്യിൽ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് കാണിക്കും. 2(22)(f) പ്രകാരമാണ് അത് കാണിക്കുക. 222(f) വന്നിട്ടുണ്ട്. അത് പ്രകാരം കിട്ടുന്ന എമൗണ്ടിനെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് ഫുള്ളി ടാക്സ് ചെയ്യും. സാറേ, അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ ഈ ഷെയർസ് വാങ്ങിക്കണ സമയത്ത് പേ ചെയ്ത പൈസയോ? ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് കിട്ടിയ എമൗണ്ടിനെ മുഴുവൻ അവിടെ കാണിക്കുമ്പോൾ നമ്മൾക്ക് ആ വാങ്ങിയ പ്രൈസിനെ എപ്പോഴെങ്കിലും ക്ലെയിം ചെയ്യാലോ. വാങ്ങിയ പ്രൈസിനെ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ആ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി ക്ലെയിംഡ് ആസ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുള്ള കുറച്ച് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് പുറമെ ആൻഡ് അത് അന്ന് വാങ്ങിയത് എപ്പോഴാ? 31/1/18 മുമ്പാണ്. അപ്പൊ ആ ഡേറ്റിന് മുമ്പ് വാങ്ങിയത് കൊണ്ട് ഇവൺ ബൈബാക്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കുമ്പോഴും നമ്മളുടെ മറ്റേ ഇക്വേഷൻ ചെക്ക് ചെയ്യണം. 112 ഇക്വേഷൻ. ആൽഫ ലിമിറ്റഡ് ബോട്ട് ബാക്ക് പ്രൊപ്പോർഷനേറ്റ് ഷെയർസ് ഓഫ് മിസ്റ്റർ ആര്യൻ ഇൻ മെയ് 2025. മെയ് 25 അത് അടുത്ത വർഷത്തേക്കാണ്. മിസ്റ്റർ ആര്യൻ അക്വയർഡ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻ കാൺപൂർ ഫോർ 40 lakhs. ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ആൽഫ ലിമിറ്റഡ് 31/1. ഇത് നമ്മുടെ 112 പ്രകാരം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് അതൊക്കെ നോക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്, കുറച്ച് ഇഷ്യൂ. ഓക്കെ. അപ്പൊ പറഞ്ഞു വന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? 1, ഇയാൾക്ക് സാലറി ഉണ്ട്. 2, ഇയാളൊരു പ്രോപ്പർട്ടി വിൽക്കുന്നുണ്ട്. ഏതാ പ്രോപ്പർട്ടിയാണോ വിൽക്കുന്നത്? ഒരു പ്ലോട്ടാണ് വിൽക്കുന്നത്. റെസിഡൻഷ്യൽ ഹൗസ് അല്ലാത്തൊരു പ്രോപ്പർട്ടി വിറ്റ് ഒരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 54(f) എക്സംഷൻ കിട്ടും. സോ ഈ പ്ലോട്ട് വാങ്ങിച്ചിട്ട് വിറ്റ് ദെൻ വീണ്ടും ഒരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിച്ചു എന്ന് പറയുന്ന സമയത്ത് ഇവിടെ റെസിഡൻഷ്യൽ ഹൗസ് ഇവിടെ താഴെ വാങ്ങി എന്ന് പറയുന്നുണ്ട്. സോ 54(f) കയറി വരും. കയ്യിലുള്ള ഷെയർ ബൈബാക്ക് ചെയ്ത സമയത്ത് അപ്പൊ അതിന്റെ IFOs ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് വരും. ദെൻ ക്യാപിറ്റൽ ലോസ് കൺസിഡർ ചെയ്യണം. പിന്നെ വേറെ എന്താ ഉള്ളത്? ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. സാലറി ഉണ്ട്. ക്യാപിറ്റൽ ഗെയിനിൽ തന്നെ 2 കമ്പ്യൂട്ടേഷൻ വരും. ഒന്ന് ആ പ്ലോട്ട് വിറ്റ് മറ്റേ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങിയതിന്റെ ഒരു കാൽക്കുലേഷൻ വരും. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ബൈബാക്കിന്റെ വരും. ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന സമയത്ത് ഡീംഡ് ഡിവിഡൻഡും കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് ടോട്ടലി കമ്പ്യൂട്ട് ചെയ്യാനുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കമ്പ്യൂട്ട് ചെയ്യാം. പ്രൊവിഷൻ വൈസ് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വരാം. ഞാൻ നേരെ ആൻസറിലേക്ക് തന്നെ പോയിട്ട് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫുള്ള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സോൾവ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. നോക്കൂ, ആദ്യം സാലറി തൊട്ട് തുടങ്ങാം. 90,000 rupees ആണ് ആൾക്ക് ശമ്പളം. 90,000 into 12 എത്രയാ? 10,80,000. 90 into 12 എന്ന് പറയുന്നത് 10,80,000 ആണ്. ഇതിന്ന് 115 BAC ആണ് ചൂസ് ചെയ്യുന്നത്.
സോ 75,000 റുപ്പീസ് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. -75,000 ചെയ്യുമ്പോൾ അവിടെ പോയി 90,000 ഇൻറ്റു 12 -75,000 10,05,000 10,05,000 ആണ് സാലറി എന്ന് കിട്ടുക. ഇനി ചെയ്യേണ്ടത് ഹൗസ് പ്രോപ്പർട്ടി ഒന്നുമില്ല, PGBP ഒന്നുമില്ല, ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനിൽ വരുന്ന സമയത്ത് നമ്മൾ 70 ലക്ഷത്തിന് ഒരു പ്രോപ്പർട്ടി വിറ്റു എന്ന് പറയുന്നുണ്ട്. 70 ലക്ഷത്തിന് പ്രോപ്പർട്ടി വിറ്റു, 1% ചാർജ്. അപ്പൊ 70 ലക്ഷത്തിന്റെ 1% എന്ന് പറയുമ്പോൾ 70,000 രൂപ. 70 ലക്ഷത്തിന് 70 ലക്ഷം മൈനസ് 70,000, അപ്പോൾ 69,30,000 ആണ് നമ്മൾക്ക് ഇത് കിട്ടുക. ഈ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്ന 69,30,000 ആണ്. ആൻഡ് അത് വാങ്ങിയ വില എത്രയാ? 22 ലക്ഷമാണ്. 1 ഓഗസ്റ്റിന് വിറ്റത് കൊണ്ട് ഇൻഡെക്സേഷൻ കിട്ടില്ല. നമുക്ക് നേരെ അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? 22 ലക്ഷം മൈനസ് ചെയ്യാം. നമ്മളുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 69,30,000 മൈനസ് 22 ലക്ഷം എന്ന് പറയുന്നത് 47,30,000 ആണ്. ആൻഡ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്ലോട്ട് ആണ് വിറ്റിരിക്കുന്നത്. റെസിഡൻഷ്യൽ ഹൗസ് അല്ലാത്ത ഒരു ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ 54F എക്സംഷൻ. ശരിയല്ലേ? അപ്പൊ 47,30,000 ക്യാപിറ്റൽ ഗെയിനിന് നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ 54F നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടേ കിട്ടുള്ളൂ. നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റൽ ഗെയിൻ ഇതിൽ എത്ര എക്സംഷൻ കിട്ടുന്നു നോക്കാം. 47,30,000 പ്രൊപ്പോർഷനേറ്റ് ആക്കണം. കിട്ടിയ എമൗണ്ടിൽ എത്ര റീഇൻവെസ്റ്റ് ചെയ്തു എന്ന് നോക്കണം. നമുക്ക് കിട്ടിയ എമൗണ്ട് എത്രയാ? 69,30,000 ആണ് നമ്മൾക്ക് കിട്ടിയത്. അതിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തത്? പുതിയ വീട് വാങ്ങിയത്, ഒരു മിനിറ്റ്, പുതിയ വീട് 40 ലക്ഷത്തിനാണ് വാങ്ങിയിരിക്കുന്നത്. 40 ലക്ഷം ഡിവൈഡഡ് ബൈ 69,30,000. ഇതെന്താ സംഭവം? ക്ലിയർ ആണെന്ന് വിചാരിക്കണു. അവിടെ അല്ലെങ്കിൽ താഴെ ഒന്നുകൂടി എഴുതാം. ഇവിടെ എഴുതുന്നുണ്ടേ. നമ്മളുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 47,30,000 ആണ്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കിട്ടിയതിൽ നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളതിന്റെ പ്രൊപ്പോർഷനിലാണ് നമ്മൾക്ക് എക്സംഷൻ കിട്ടുക. 69,30,000 ആണ് നമ്മളുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നെറ്റ് കൺസിഡറേഷൻ 40 ലക്ഷം രൂപയാണ് നമ്മൾ അതിനെ റീഇൻവെസ്റ്റ് ചെയ്തത്. ക്യാപിറ്റൽ ഗെയിൻ അതിന്റെ പ്രൊപ്പോർഷനിൽ ചെയ്യാം. കിട്ടുന്ന എമൗണ്ട് ആണ് എക്സംഷൻ. 47,30,000 ഇൻറ്റു 40 ലക്ഷം ഡിവൈഡഡ് ബൈ 69,30,000 ഇൻറ്റു 47,30,000 27,30,159. ഇതാണ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54F. ഓക്കെ, 27,30,159. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് 47,30,000 ആണ് നമ്മളുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇതിൽ എത്ര എക്സംഷൻ കിട്ടും? 27,30,159 നമുക്ക് എക്സംഷൻ കിട്ടും. സോ 47,30,000 മൈനസ് 27,30,159 എന്ന് പറയുമ്പോൾ 19,99,841 വരും. ദെൻ ഇതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ നോക്ക്. റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വാങ്ങി, ഇതൊക്കെ തന്നെ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി ഒരു ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട്. ഏതാ ലോങ് ടേം ക്യാപിറ്റൽ ലോസ്? നമ്മളവിടെ ബൈബാക്ക് ചെയ്തതിന്റെ ഒരു ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട്. അത് വേണമെങ്കിൽ ഇതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ബട്ട് അതിന് ബൈബാക്കിന്റെ കാൽക്കുലേഷൻ കൂടി ചെയ്യണം. ഇത് നമ്മളുടെ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിയുടെ കാൽക്കുലേഷൻ ആണ്. 19,99,841 എന്ന് പറയുന്ന 54 എക്സംഷൻ മൈനസ് ചെയ്തിട്ട് ഇതിന്ന് നമ്മളുടെ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ഇൻകം കിട്ടുന്ന എമൗണ്ടിനെ ഫുള്ളും IFOസിലും കാണിക്കും. ലോസ് മുഴുവൻ നമ്മൾ എവിടെയും കാണിക്കണം? ക്യാപിറ്റൽ ഗെയിൻ ഹെഡിനകത്തും കാണിക്കണം. അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയെന്ന് കൂടി നോക്കണം. ഇത് നമുക്ക് നോക്കാം. ഇതുവരെ ഉള്ളത് കറക്റ്റ് ആണോ നോക്കൂ. പോയി 20 ലക്ഷം എവിടെ പോയി? 10,05,000 വന്നു. 69,30, 27,30, എക്സംഷൻ 27,30 വന്നു. 19,99,841. ഇതുവരെ കറക്റ്റ് ആണ്. ഇനിയാണ് ബാക്കി. ഇനി കഴിഞ്ഞിട്ടില്ല. ഇൻകം ഫ്രം അതർ സോഴ്സിൽ എത്രയാണ് ഡീംഡ് ഡിവിഡൻഡ് കാണിക്കുക എന്നുള്ളത് നോക്കണം. ഡീംഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മൾ എത്ര ഷെയർ ഉണ്ട്, അതിന് എത്രയാണ് ബൈബാക്ക് ചെയ്ത്, ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പൈസ. എത്ര ഷെയറാണ് ബൈബാക്ക് ചെയ്യുന്നത്? 10,000 ഷെയർസ് ആണ് ബൈബാക്ക് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആളുടെ കയ്യിലുള്ളത് 20,000 ഷെയർ ആണ്.
20,000 ഷെയറിൽ 50% ആണ് ബൈബാക്ക് ചെയ്യുന്നത്. 10,000 ഷെയർസ് ബൈബാക്ക് ചെയ്യുന്നുണ്ട്. ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ആൽഫ ലിമിറ്റഡ് എത്ര രൂപ കൊടുക്കുന്നത്? 250 രൂപയാണ് കൊടുക്കുന്നത്. സോ 10,000 ഇൻറ്റു 250 25 ലക്ഷം ആയിരിക്കും. 25 lakhs നമ്മൾ എവിടെ കാണിക്കും? ഈ 25 ലാക്കിനെ ഡീംഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞ് ഇൻകം ഫ്രം അതർ സോഴ്സിനകത്ത് കാണിക്കണം. ഇതാണ് അടുത്ത പോയിന്റ്. ആ പോയിന്റും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പോയിന്റ് പറഞ്ഞുതരാം. ഇൻകം ഫ്രം അതർ സോഴ്സ് കിട്ടിയ എമൗണ്ടിനെ മുഴുവൻ നമ്മൾ എന്തായിട്ട് കാണിച്ചു? 250 രൂപ വെച്ച് കിട്ടിയ എമൗണ്ടിനെ ഫുള്ളും ഇൻകം ഫ്രം അതർ സോഴ്സിൽ കാണിച്ചു. ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഇനിയാണ് കഥ. ബൈബാക്കിന്റെ പ്രൊവിഷൻ പ്രകാരം നിങ്ങൾ ഈ 10,000 ഷെയർസ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് വേണ്ടി വന്ന കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടല്ലോ, ആ കോസ്റ്റ് ഓഫ് അക്വിസിഷനെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ലോസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇപ്പോ കിട്ടിയ എമൗണ്ടിനെ ഫുള്ളും ഡിവിഡൻഡ് ആക്കി. അപ്പൊ ശരിക്കും പറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യണേ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക? വിറ്റ വില മൈനസ് വാങ്ങിയ വില, അതാണ് ക്യാപിറ്റൽ ഗെയിൻ. ഇവിടെ കിട്ടിയതിനെ ഫുള്ളും ക്യാപിറ്റൽ ഗെയിനിൽ കാണിച്ചത്, ഐ മീൻ ഇൻകം ഫ്രം അതർ സോഴ്സിൽ കാണിച്ചത് കാരണം വാങ്ങിയ വിലയെ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അവിടെ ഗെയിൻ ഒന്നുമില്ല. കിട്ടിയ പൈസ മുഴുവൻ അവിടെ പോയി, IFIസിൽ പോയി. അപ്പൊ വാങ്ങിയ വില മുഴുവൻ നമുക്ക് ചെലവായിട്ട് ക്യാപിറ്റൽ ലോസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇവിടെയാണ് ഇനി ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ഈസ് ജസ്റ്റ് ബ്രില്യൻറ്റ്. നിങ്ങൾ എക്സാം ഹോളിലാണെന്നുണ്ടെങ്കിൽ തെറ്റിക്കാൻ ഹെവി ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മനസ്സിലാവും. പ്രൊവിഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഏതെങ്കിലും പ്രൊവിഷൻ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അമെന്റ്മെന്റ് ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ അമെന്റ്മെന്റ് വീഡിയോ കാണുക. എന്നിട്ട് മനസ്സിലായിട്ടില്ല നിങ്ങൾ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് പ്രൊവിഷൻ അറിയും എന്നുള്ള അസംഷനിലാണ് ഞാൻ ക്ലാസ് എടുത്തിട്ട് പോകുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ലോസ് എങ്ങനെ കണ്ടുപിടിക്കും? ക്യാപിറ്റൽ ലോസ് കണ്ടുപിടിക്കാൻ ആദ്യം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മളുടെ ബുക്ക് കാണിച്ചു തരാം. ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 31/1/18 കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിന് മുമ്പുള്ളതാണെങ്കിൽ പ്രൊവിഷൻ അറിയുന്നു വിചാരിക്കുന്നു. ഫെബ്രുവരി 1, 2018 മുമ്പ്, അതായത് 31/1/2018 വരെയുള്ള അതിനുശേഷം നടക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കണം എന്നാണ് 112A കമ്പ്യൂട്ടേഷനിൽ പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഈ ഡേറ്റുകളൊക്കെ അറിയുന്നു വിചാരിക്കണു. എടാ നിങ്ങൾക്കൊക്കെ പ്രൊവിഷൻ അറിയുന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. പ്രൊവിഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. അല്ലാതെ അയ്യോ RTP മനസ്സിലായില്ലേ എന്ന് വിചാരിക്കരുത്. ഇറ്റ്സ് ജസ്റ്റ് ഓൾ അബൌട്ട് പ്രൊവിഷൻസ്. നമ്മൾ അവിടെ പഠിച്ച ബൈബാക്കിന്റെ അമെന്റ്മെന്റ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ വന്നിരിക്കുന്ന അമെന്റ്മെന്റ്, എല്ലാ അമെന്റ്മെന്റും കൂടി ചേർത്ത് കൂട്ടി കുഴച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഒന്നില്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അതായത് നമ്മൾ ആക്ച്വലി പേ ചെയ്ത പൈസ. സ്റ്റെപ്പ് 2 ഇതിൽ ചെയ്യേണ്ടത്, നമ്മൾക്ക് ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട് 31/1/2018. അതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ആ ദിവസത്തെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, അതിനെ രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ലോവർ, അതായത് FMV ഓൺ 31/1/18 ഓർ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആ ദിവസത്തെ, നമുക്ക് അതിൽ നിന്ന് എത്രയാണോ എമൗണ്ട് കിട്ടുന്നത് ആ ദിവസത്തെ എന്നല്ല, ആ സാധനം വിൽക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ കിട്ടുന്ന ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് ഇതിന്റെ ലോവർ എടുക്കുക. എന്നിട്ട് ആ കിട്ടുന്ന ഫിഗറിനെയും ആക്ച്വൽ കോസ്റ്റിനെയും കൂടി കമ്പയർ ചെയ്തിട്ട് ഹയർ എടുക്കുക. ഇതാണ് കണ്ടീഷൻ. ഇത് നമ്മുടെ 112A മോഡ് ഓഫ് കമ്പ്യൂട്ടേഷനിൽ പറയുന്നതാണ് പ്രൊവിഷൻ അറിയുന്നത് വിചാരിക്കണം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലാവാൻ പോണില്ല. അതുകൊണ്ട് ആ ഒരു ദയനീയ അവസ്ഥ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് ഏതൊക്കെ പ്രൊവിഷൻ റെഫർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആദ്യം നമ്മളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണെന്ന് നോക്കാം. ആള് ഷെയർസ് വാങ്ങിച്ചിരിക്കുന്നത് 200 രൂപയ്ക്കാണ്, ശരിയല്ലേ? 200-നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് സ്റ്റെപ്പ് 1. ഓക്കെ, സ്റ്റെപ്പ് 2 പറയുന്നത് ഒന്നില്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 31/1/18 ദാറ്റ് ഈസ് 190. സ്റ്റെപ്പ് 2 190 ഓർ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആ ദിവസമല്ല, ആ സാധനം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര കിട്ടണമെന്നാണ്. നമുക്ക് കിട്ടണ എമൗണ്ടിനെ ഫുള്ള് നമ്മൾ എവിടെ കാണിക്കണം? ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് കാണിക്കണം. നമ്മളിവിടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നില്ലായിട്ട് എടുക്കണം എന്നാണ് ഈ ഒരു പ്രൊവിഷനിൽ അമെന്റ്മെന്റ് വന്ന സമയത്ത് പറയുന്നത്. സോ
ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഈസ് 0 ആസ് പെർ ദി പ്രൊവിഷൻ. ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 0 ആയിട്ട് എടുക്കണമെന്ന് പ്രൊവിഷനിൽ പറയുന്നുണ്ട്. കണ്ടീഷൻ പ്രകാരം 190 അല്ലെങ്കിൽ 0 വിച്ച് എവർ ഈസ് ലോവർ. ലോവർ ഏതാ? 0. ദെൻ സ്റ്റെപ്പ് 1 ആയിട്ട് കമ്പയർ ചെയ്യുക. 200 കമ്പയർഡ് വിത്ത് 0. ഹയർ ഏതാ? 200. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? 200 ആണ് ഇതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. കൂടി പറഞ്ഞുതരാം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കമ്പ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റെപ്പ് 1 കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കുക, ദാറ്റ് ഈസ് 200. സ്റ്റെപ്പ് 2 പറയുന്നത് രണ്ടെണ്ണത്തിനെ കമ്പയർ ചെയ്ത് അതിന്റെ ലോവർ എടുക്കാനാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂവേഷൻ 31/1/2018. രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ലോവർ എടുക്കുക. ഈ ക്വസ്റ്റ്യനിൽ അത് 0 ആണ്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഈസ് 0. ആ 0യും സ്റ്റെപ്പ് 1ലുള്ള കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കൂടി കമ്പയർ ചെയ്യുക, വിച്ച് എവർ ഈസ് ഹയർ. 200 ആണ് ഹയർ. അപ്പോൾ നമ്മളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 200 ആണെന്ന് പറഞ്ഞ് കിട്ടും. കഴിഞ്ഞിട്ടില്ല. ക്യാപിറ്റൽ ലോസ് ആയിട്ട് ക്ലെയിം ചെയ്യേണ്ടത് ഞാൻ പർച്ചേസ് ചെയ്ത പ്രൈസ് ആണ്. ഞാനിപ്പോൾ വിറ്റതിന്റെ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ബൈബാക്ക് ചെയ്തത് 10,000 ഷെയർസ് ആണ്. 200 രൂപയാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് നമ്മൾ എത്തിയ ഫിഗർ. സോ 20 ലാഖിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. 10,000 ഷെയർസ് ബൈബാക്ക് ചെയ്ത സമയത്ത് കിട്ടിയ എമൗണ്ട് ഇൻകം ഫ്രം അതർ സോഴ്സിൽ പോയി. ഈ 20 ലക്ഷത്തിനെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ ഗെയിനിലും കാണിച്ചു. അപ്പോൾ മക്കളെ പറഞ്ഞത് പ്രകാരം നേരത്തെ വേറൊരു പ്രോപ്പർട്ടി പ്ലോട്ട് വിറ്റതിന് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ 47.30 കിട്ടി. 54F പ്രകാരം 27,30,000 രൂപ നമ്മൾ എക്സംഷൻ ക്ലെയിം ചെയ്തു. 19,99,841. അതിന്ന് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഓൺലി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. അപ്പൊ നേരത്തെ ഉള്ളത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇതൊന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യാം? ഈ 20 ലക്ഷം ലോങ് ടേം ക്യാപിറ്റൽ ലോസിനെ മൈനസ് ചെയ്ത് 20,99,841 വെറും 159 രൂപ എക്സസ് ലോസ് ഉണ്ട്. ഈ 159 രൂപയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ലോജിക്ക് മനസ്സിലായോ? പ്ലോട്ട് വിറ്റു. പ്ലോട്ട് വിറ്റതിന് ശേഷം കിട്ടിയ പൈസ, ഞാനൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങി. പ്ലോട്ട് വിറ്റതിന്റെ ക്യാപിറ്റൽ ഗെയിനിൽ 54 എക്സംഷൻ മൈനസ് ചെയ്ത് ബൈബാക്ക് ചെയ്ത സമയത്ത് വന്ന ലോങ് ടേം ക്യാപിറ്റൽ ലോസിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 159 രൂപ ലോസ് വന്നു. ദാറ്റ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ. ബൈബാക്ക് ചെയ്ത സമയത്തുള്ള കിട്ടിയ എമൗണ്ടിനെ ഫുള്ളും ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഡീംഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞ് സെക്ഷൻ 222F കൊണ്ടുപോയി കാണിച്ചു. വേറെന്തുണ്ടായിരുന്നു? വേറൊന്നുമില്ല. തുടക്കത്തിൽ ഒരു സാലറി ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. പക്ഷേ ഇതിൽ എത്ര അമെൻമെന്റ് വന്നു എന്നുള്ളത് ആലോചിക്കുക. ഒറ്റയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. ഇതിന് പുറമെയാണ് 112A പ്രകാരം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കമ്പ്യൂട്ട് ചെയ്യണം എന്നുള്ള പോയിന്റും ഓർമ്മ വയ്ക്കേണ്ടത്. ഇതിന് പുറമെ തെറ്റിക്കാൻ വേണ്ടി CAAയും തന്നിട്ടുണ്ട്. അമെൻമെന്റ് പ്രകാരം നമുക്ക് ഇൻഡെക്സേഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ചേർന്നിട്ടാണ് ഞാൻ പറയുന്നത് RTPയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ അമെൻമെന്റും ഉള്ളതാണ്. വൃത്തിക്ക് പഠിക്കുക. പ്രൊവിഷൻ ഏതെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. മൈ നമ്പർ ഈസ് 2255 എന്ന് പറയണില്ല, 9020042660. ഇതിലേക്ക് മെസ്സേജ് അയക്കാം ഏതെങ്കിലും പ്രൊവിഷൻ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓർ യു ക്യാൻ കമന്റ് ഇറ്റ് ഔട്ട്. ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീമിലുള്ളവർ തന്നെ ഇതിന്റെ റിപ്ലൈ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ സോൾവ് ചെയ്യുന്നതായിരിക്കും. ആൻസർ ശരിയാണോ നോക്കാം. അവിടെ പോയി 10,05,000. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 20 ലക്ഷം. ഓക്കെ, ഏതാ? ഇത് മറ്റേ കമ്പാരിസൺ ആണ്. കമ്പാരിസൺ പ്രകാരം 200 കിട്ടും. സോ 20 ലക്ഷം ആണെന്ന് പറയുന്നുണ്ട്. ദെൻ 69, 30 ഇതൊക്കെ മൈനസ് ചെയ്ത് നമുക്ക് 19. ഓക്കെ, ഇതിലിതാ 159 ഓൺ ബൈബാക്ക് വാസ് ഒറിജിനൽ ഷെയർസ് ഈസ് ടു ബി ക്യാരിഡ് ഫോർവേഡ് ടു 26-27. നെക്സ്റ്റ് ഇയറിലേക്ക് 159 രൂപ ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നുണ്ട്. അതും ഓക്കെ ആയി. 25 ലക്ഷം IFOIസിൽ കാണിക്കണം. കഴിഞ്ഞു. 35.5. 25 ലക്ഷവും ക്യാപിറ്റൽ ഗെയിനിൽ ഒന്നുമില്ല. ഇവിടുത്തെ 10,05,000 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻകം ഈസ് 35,05,000. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. നല്ലപോലെ റിവൈസ് ചെയ്യുക. പ്രൊവിഷൻസ് നല്ലപോലെ ചെക്ക് ചെയ്യുക. ഹോപ്പ് യു എവ്രിവൺ സ്റ്റഡീഡ് ദി അമെൻമെന്റ്സ് ആസ് വെൽ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവില്ല. ചുമ്മാ അമെൻമെന്റ്സ് തിയററ്റിക്കലി വായിച്ചു പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആകാശം നോക്കിയിരിക്കും. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് ഫസ്റ്റ് വരി വായിക്കുക, ദെൻ ലാസ്റ്റ് വരി വായിക്കുക. ഇതാണ് ഏറ്റവും ക്വസ്റ്റ്യൻ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. 40 വയസ്സായി,
കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻഫർമേഷൻ തന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നൊന്ന് നോക്കുക. കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ സൂരജ്. ഓക്കെ, സൂരജിന്റെ ടോട്ടൽ ഇൻകം ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അസ്യൂമിങ് ദാറ്റ് മിസ്റ്റർ സൂരജ് ടോട്ടൽ ഇൻകം ഈസ് ഹയർ ദാൻ മിസ്സിസ് സൂരജ് ടോട്ടൽ ഇൻകം. മിസ്സിസിനേക്കാളും കൂടുതൽ മിസ്റ്റർ സൂരജിനാണെന്ന് പറയാൻ കാരണം മേ ബി ക്ലബിങ് വരുന്നുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. ബിഫോർ ഇൻക്ലൂഡിംഗ് ദി ഇൻകം ഓഫ് മൈനർ ചിൽഡ്രൻ, മിസ്റ്റർ സൂരജ് എക്സസൈസ് ദി ഓപ്ഷൻ ഓഫ് ഷിഫ്റ്റിംഗ് ഔട്ട് ഓഫ് ദി ടാക്സ് റെജിം. ഓക്കെ, ഷിഫ്റ്റിംഗ് ഔട്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അപ്പൊ ക്ലബിങ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സെക്ഷൻ 1032 പ്രകാരം 1500 പെർ ചൈൽഡ് കിട്ടും. അതൊക്കെ മൈൻഡിൽ ഓർമ്മ വരണം, പ്രൊവിഷൻ അറിയുന്ന കാരണം അതൊക്കെ ഓർമ്മ വരിക. 115 BSc 1A പ്രകാരം ഓപ്റ്റ് ഔട്ട് ചെയ്തു. സോ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ ഡിഡക്ഷൻ കിട്ടും, 1032 കിട്ടും. 1032 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1500 പെർ ചൈൽഡിന്. ഇപ്പൊ മറ്റേ ക്ലബിങ് മൈനർ ചൈൽഡിന്റെ ഇൻകം ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മൈനർ ചൈൽഡ് ഒക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ആദ്യം ഹീസ് എംപ്ലോയിഡ് ഇൻ ABC ലിമിറ്റഡ് ഏൺഡ് സാലറി 10.5 ലക്ഷം. ഓക്കെ, സാലറി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേറെ കമ്പ്യൂട്ടഡ് ആണെന്ന് പറയുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ല. 10,50,000 നേരിട്ട് എടുക്കുക. അതിന്ന് പിന്നെയും പോയിട്ട് നിങ്ങൾ ഡിഡക്ഷൻ ഒന്നും കുറയ്ക്കാൻ നിൽക്കരുത്. ഹീസ് എൻഗേജ്ഡ് ഇൻ ദി സ്പെക്കുലേഷൻ ആൻഡ് നോൺ സ്പെക്കുലേഷൻ ബിസിനസ്. ഹി ഏൺഡ് എ പ്രോഫിറ്റ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് 60 ആൻഡ് സഫേർഡ് ലോസ് ഫ്രം നോൺ സ്പെക്കുലേഷൻ 40,000. എടാ, നോൺ സ്പെക്കുലേഷൻ ലോസിനെ നമുക്ക് സ്പെക്കുലേഷൻ ഇൻകോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാം. റെസ്ട്രിക്ഷൻ ഉള്ളത് സ്പെക്കുലേഷൻ ലോസിനെ ബിസിനസ് ഇൻകോ ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാനാണ്. നോൺ സ്പെക്കുലേഷൻ ചെയ്തിട്ടുള്ള ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെക്കുലേഷൻ ബിസിനസ്സുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. 60 40 മൈനസ് ചെയ്ത് ബാക്കിയുള്ള 20,000 സ്പെക്കുലേഷൻ ഇൻകം എന്ന് പറഞ്ഞ് PGBPയിൽ ടാക്സ് ചെയ്യേണ്ടി വരും. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് 80,000. ലോട്ടറി വിന്നിങ് 20,000 ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 80,000. ഓക്കെ, STCG ക്യാപിറ്റൽ ഗെയിനിൽ വരും. 20,000 ലോട്ടറി ഇൻകം ഫ്രം അതർ സോഴ്സിലും വരും. ഓക്കെ, he has a brought forward long term capital loss of 30,000 from assessment year 23-24. പ്രീവിയസ് ഇയറിലത്തെ ഒരു ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ശരിയല്ലേ? അപ്പൊ അത് പ്രകാരം ഇപ്രാവശ്യം ഇതുവരെ പറഞ്ഞത് വെച്ച് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒന്നും ഇല്ല. സോ 30,000 നമുക്ക് വീണ്ടും ക്യാരി ഫോർവേഡ് ചെയ്ത് പിന്നെയും ഫർദർ കൊണ്ടുപോകാം. മാക്സിമം 8 years ചെയ്യാൻ പറ്റും. ഇനിയാണ് കാര്യം. മിസ്റ്റർ സൂരജ് ഹാസ് 2 children. One married daughter Riya, aged 17 years, and son Raj, aged 16 years. ഒക്കെ മൈനർ ആണ്. ക്ലബ് ചെയ്യേണ്ടി വരും. ആരുടെ കൂടെ ക്ലബ് ചെയ്യേണ്ടി വരും? ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മിസ്റ്റർ സൂരജിന്റെ കൂടെ ക്ലബ് ചെയ്യേണ്ടി വരും. ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട്. ഒരാൾക്ക് 1,200 പെർ അനവും, ഒരാൾക്ക് 2,000 പെർ അനവും. അപ്പോൾ 1,500 വെച്ചിട്ട് ഇവർക്ക് ഡിഡക്ഷൻ ഒക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതിന് പുറമെ താഴെ കൂടി ഉണ്ട്, നോക്കൂ. He transferred a flat to Riya on 1st April 2024 on account of natural love and affection. This flat was let out from that date and generated a rental income of 5,000 per month എന്ന് പറഞ്ഞാൽ 60,000 പെർ ഇയർ. നോക്കൂ, സെക്ഷൻ 27 ഉണ്ട്. ഓർമ്മയുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓക്കെ, ഡീംഡ് ഓണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. മൈനർ മാരീഡ് ഡോട്ടറിന് നിങ്ങൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത ആൾക്കല്ല, മൈനർ മാരീഡ് ഡോട്ടർക്ക് തന്നെയാണെന്ന് പറഞ്ഞ് സെക്ഷൻ 27 ഒരു പോയിന്റ് പറയുന്നുണ്ട്. അതിവിടെ ശ്രദ്ധിക്കുക. മൈനർക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത, അതിൽ പക്ഷേ വേറെയും പ്രൊവിഷൻസ് പറയുന്നുണ്ട്. നിങ്ങൾ കൺസിഡറേഷൻ ഇല്ലാതെയോ ഇനാഡിക്വേറ്റ് കൺസിഡറേഷനോ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫറർ വിൽ ബി ദി ഓണർ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അവിടെ പറയുന്ന ഒരു പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറഞ്ഞത്. സെക്ഷൻ 27 പറയുന്നുണ്ട്, മൈനർ മാരീഡ് ഡോട്ടർക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്താൽ അതിന്റെ ഓണർ മൈനർ മാരീഡ് ഡോട്ടർ തന്നെയാണ്. നോ ഇഷ്യൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഓണർ റിയ തന്നെയാണ്. കിട്ടുന്ന റെന്റ് റിയയുടെ കയ്യിൽ തന്നെയാണ് ടാക്സ് ചെയ്യേണ്ടത്. ബട്ട് ക്ലബിംഗ് പ്രൊവിഷൻ കാരണം ഇത് പിന്നീട് തിരിച്ച് ഹയർ ഇൻകം ഉള്ള പാരന്റിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അത് രണ്ടും കൂടി കമ്പൈൻഡ് ആണ്. സെക്ഷൻ 27 ക്ലബിംഗ് പ്രൊവിഷനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്. ഇതിപ്പോ സെക്ഷൻ 27 ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇത് ഡയറക്ട്ലി ആരുടെയാണോ പ്രോപ്പർട്ടി ആൾക്ക് വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബിംഗ് പ്രൊവിഷൻ കാരണം വേറെ ഏതെങ്കിലും പാരന്റിന്റെ ഹയർ ഇൻകം ഉള്ള പാരന്റിന് മാറാം. ബട്ട് ഇൻകം ഈസ് ഓഫ് മൈനർ. അപ്പോൾ റിയയുടെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കൂ, 1,200 ഇൻട്രസ്റ്റും കിട്ടുന്നുണ്ട്, 60,000 രൂപ ഹൗസ് പ്രോപ്പർട്ടിയും കിട്ടുന്നുണ്ട്. ഹൗസ് പ്രോപ്പർട്ടി 60,000 കിട്ടുന്നുണ്ട്. ഹൗസ് പ്രോപ്പർട്ടി കിട്ടിയാൽ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, എന്താ? 30% ഡിഡക്ട് ചെയ്യാം. 18,000 മൈനസ് ചെയ്യുക. ബാക്കിയുള്ള 42,000 റിയയുടെ ഇൻകം ആണ്. ഇതിന് പുറമെ റിയയ്ക്ക് കിട്ടുന്ന ഇൻകം 1,200 ഇൻകം ഫ്രം അതർ സോഴ്സും ഉണ്ട്. മൊത്തം 43,200 രൂപ റിയയുടെ ഇൻകം ആണ്. ഇയാള് അദ്ദേഹം സൂരജ്
115 BAC ഓപ്റ്റ് ചെയ്യാത്തത് കാരണം 1032 എക്സംഷൻ നമുക്ക് എടുക്കാൻ പറ്റും. 1500 പെർ ചൈൽഡ് നമുക്ക് എടുക്കാം. ഇതിൽ 1500 മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻകം 43,200 മൈനസ് 1500 41,700 സൂരജിന്റെ കയ്യിൽ ടാക്സ് ചെയ്യണം. ഇതാണ് പ്രൊവിഷൻ. എന്തായിരുന്നു പോയിന്റ്? 60,000, ദെൻ അതിൽ നിന്ന് 18,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്തു. ദെൻ അതിനുശേഷം ഇൻകം ഫ്രം അതർ സോഴ്സ് 1200 അതിൽ ആഡ് ചെയ്തു. അതിനുശേഷം എന്താ വരുന്നത്? 43,200 1032 എക്സംഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ റിയയുടെ ഇൻകം 41,700. ഇതിന് പുറമെ അടുത്ത ആളുടെ പേരെന്താ? സണ്ണ് രാജ് ഉണ്ട്. രാജിന്റെ 2000 ആണ്. 2000 നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് മൈനസ് ചെയ്യാം? 1032 1500 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 500 രൂപ സൂരജിന്റെ ടാക്സ് ചെയ്യും. ദിസ് ഷുഡ് ബി ക്ലബ്ഡ് വിത്ത് സൂരജ് ഇൻകം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ഇപ്പൊ ക്ലബിങ് ഒരു 41,700 ഒരു 500 കൂടി സൂരജിന്റെ ഇൻകത്തിൽ കയറി വരും. ഇനി ഇതിന് പുറമെ ശ്രദ്ധിക്കേണ്ടത് അടുത്ത പോയിന്റ്, മിസ്റ്റർ സൂരജ് പെയ്ഡ് എ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഓഫ് 22,000 ഡ്യൂറിംഗ് ദി ഫിനാൻഷ്യൽ ഇയർ ടു ഇൻഷുർ ഹിസ് ഹെൽത്ത്. 80D ഡിഡക്ഷൻ. ഓക്കെ. ആൻഡ് ശ്രദ്ധിക്കേണ്ടത് 115 BAC അല്ല, സോ ഡിഡക്ഷൻസ് ഒക്കെ കിട്ടും. ഹിസ് സ്പൗസ് ആൻഡ് ഡിപ്പെൻഡന്റ് ചിൽഡ്രൻ എല്ലാവർക്കും കൊടുത്തതും കിട്ടും. മാക്സിമം ലിമിറ്റ് 25,000 ആണ്. അഡീഷണലി he paid 33,000 to insure his health of his mother aged 67 years who is not dependent on him. പാരൻസ് ഡിപ്പെൻഡന്റ് ആവണമെന്ന് പറയണമെന്നില്ല, ഇത് കിട്ടും. അപ്പൊ 33,000 അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 50 ആണ്. സീനിയർ സിറ്റിസൺ അല്ല എന്നുണ്ടെങ്കിൽ 25,000. ഇവിടെ he also incurred 20,000 as medical expenditure for his father aged 71 years who is not dependent and is not covered under insurance policy. ഇൻഷുറൻസ് പോളിസി ഇല്ല എന്നുണ്ടെങ്കിൽ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്യാന്ന് പറയുന്നുണ്ട്. സോ ഈ പറഞ്ഞ 33 ഈ 20 ടോട്ടൽ 53 പാരൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്താണ്. ദാറ്റ് വിൽ ബി റെസ്ട്രിക്റ്റഡ് ടു 50,000. ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്യാം. ടോട്ടൽ 50 നമുക്ക് ക്ലെയിം ചെയ്യാം, പാരൻസ് സീനിയർ സിറ്റിസൺസ് ആണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഇവിടെ ഒരു 22 ഓൾറെഡി ഉണ്ട്. അത് ഇതിന് പുറമെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. അപ് ടു 25 വരെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. താഴെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഹി കോൺട്രിബ്യൂട്ടഡ് 6,000 ഡ്യൂറിംഗ് ദ ഇയർ ടു ദ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും കിട്ടും. 6,000 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അയാൾ സ്വന്തമായിട്ട് കൊടുത്താണ്. 22 പിന്നെ ഒരു 6,000 28 കൊടുത്തത്. ബട്ട് അതിൽ എത്ര അലോ ചെയ്യും? 25,000 അലോ ചെയ്യും. അപ്പൊ 80Dയുടെ ഡിഡക്ഷൻ 50 കിട്ടും, 25 കിട്ടും, ടോട്ടൽ 75 കിട്ടും. കഴിഞ്ഞു. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ 1050 വരും. തന്നെ ഒരു 20,000 രൂപ സ്പെക്കുലേഷന്റെ നോൺ സ്പെക്കുലേഷൻ, അതായത് നോർമൽ ബിസിനസ് ലോസിനെ നമുക്ക് സ്പെക്കുലേഷൻ ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്ത് 20,000 രൂപ സ്പെക്കുലേഷൻ ഇൻകം വരും. 80,000 ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വരും. ലോട്ടറി 20,000 തന്നെ കാണിക്കുക. 30,000 ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ ഒരു 41,700 ഒരു 500 ക്ലബ് ചെയ്യണം. ഡിഡക്ഷൻസ് ഒരു 75,000 ക്ലെയിം ചെയ്യാൻ പറ്റും. എന്നല്ലേ ഉള്ളൂ. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അപ്പോ ഇതിന്റെ ആൻസർ എത്രാമത്തെ ക്വസ്റ്റ്യൻ? ഓക്കെ, ഒരു 1050 വന്നു. ദെൻ 60-40 സെറ്റ് ഓഫ് ചെയ്ത് 20,000 വന്നു. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വന്നു. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് 30,000 സെറ്റ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇൻകം ഫ്രം അതർ സോഴ്സ് 20,000 എടുത്തു. 41,700 നമ്മൾ അത് തന്നെയാണ് കമ്പ്യൂട്ട് ചെയ്ത്. 42,000 അതിൻ്റെ കൂടെ 1,200 കൂടി ആഡ് ചെയ്ത് 1,500 മൈനസ് ചെയ്ത് 41,700 പിന്നെ ഒരു 500 75,000 ഡിഡക്ഷൻ 11,37,200. അത് ജസ്റ്റ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. നമ്മൾ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. 22/28 25 വരെ സമ്മതിക്കും. 33 20 53 50,000 വരെ സമ്മതിക്കും. പരിപാടി കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യനാ. പ്രത്യേകിച്ച് അമെൻമെന്റോ കാര്യങ്ങളൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ടത് സെക്ഷൻ 27 10 സബ്സെക്ഷൻ 32 115 BAC വരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങളായിട്ട് തെറ്റിച്ചാലേ ഉള്ളൂ. അതർവൈസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വി ക്യാൻ സോൾവ് ഇറ്റ് ഈസിലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8 കഴിഞ്ഞു. ഇനി അതൊക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 9 ഉണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 10 ഉണ്ട്. രണ്ട് ക്വസ്റ്റ്യൻ കൂടി RTP. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9 പറയുന്നത് എക്സാമിന് അപ്ലിക്കബിലിറ്റി ആൻഡ് ഡിറ്റർമിൻ ദി എമൗണ്ട് ഓഫ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. TDSന്റെ പ്രൊവിഷൻ ആണ് പറയുന്നത്. ഫോളോയിങ് സിറ്റുവേഷൻ, താഴത്തെ സിറ്റുവേഷനിൽ എന്നാ പറയുന്നത്. ഇതിൽ പിന്നെ അവസാനം എന്താ പറയുന്നത്? ഇതിൽ ആകെ 2 കേസേ ഉള്ളൂ. ആൻഡ് കേസ് നമ്പർ 1 ഉണ്ട്, കേസ് നമ്പർ 2 ഉണ്ട്. ഇതിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് നെക്സസ് പ്രൈവറ്റ് ലിമിറ്റഡ്
മെയ്ഡ് എൻ എൻട്രി ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പർച്ചേസ് TCS പ്രൊവിഷൻസ് ആർ നോട്ട് അപ്ലിക്കബിൾ. ഓക്കെ, നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒരു ഐഡിയ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നെക്സസ് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ്, എ കമ്പനി എൻഗേജ്ഡ് ഇൻ ദി ബിസിനസ് ഓഫ് മാനുഫാക്ചറിംഗ് ഇലക്ട്രോണിക് ഗുഡ്സ്, റിപ്പോർട്ടഡ് എ ടേൺ ഓവർ ഓഫ് 12 crore ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ 23-24. കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ ഒക്കെ തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എടാ സെക്ഷൻ 194Q ഓർമ്മയുണ്ടാ? 194Qയിൽ വരുന്ന സമയത്ത് പ്രീവിയസ് ഇയറിൽ 10 CR മുകളിൽ ടേൺ ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളുടെ നിന്ന് മേ ബി അതന്നെ ആയിരിക്കും 12 കോടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എന്താണെന്ന് നോക്കാം. മെയ്ഡ് ദി ഫോളോയിങ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്യുമ്പോൾ പോയിന്റ് എന്താ പറയുന്നത്? 50 ലക്ഷത്തിൽ കൂടുതൽ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ വെൻഡറുടെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ നിങ്ങളുടെ ടേൺ ഓവർ 10 കോടിക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ ആ 50 ലക്ഷത്തിന് മുകളിൽ വരുന്ന എമൗണ്ടിന് 0.1% TDS ഡിഡക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രൊവിഷൻ ഉണ്ട്. പാന് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 5% ഡിഡക്ട് ചെയ്യണമെന്നും പറഞ്ഞ് പറയുന്നുണ്ട്. ഇതൊക്കെ എവിടെ പറയുന്നത്? 194Qയിലാണ് പറയുന്നത്. ആ പ്രൊവിഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. ഫ്രം വെൻഡർ എ റോ മെറ്റീരിയൽസ് 60 ലക്ഷത്തിന്റെ പർച്ചേസ് ചെയ്തു. 25 lakh ഇൻ ഏപ്രിൽ ആൻഡ് 35 lakh ഇൻ ജൂലൈ എന്ന് പറയുന്നുണ്ട്. പേയ്മെന്റ് 20 lakh ജൂണിലും റിമൈനിങ് പേയ്മെന്റ് സെപ്റ്റംബറിലും പറയുന്നുണ്ട്. ഇത് ചെയ്യേണ്ടത് പേയ്മെന്റ് ഓർ ക്രെഡിറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ വെച്ചിട്ടാണ് ചെയ്യുക. TDSന്റെ പ്രൊവിഷൻ ഒന്നില്ലെങ്കിൽ പേയ്മെന്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. വെൻഡർ ഹാസ് നോട്ട് ഫർണിഷ്ഡ് ഹിസ് പാൻ. നോർമലി 50 ലക്ഷത്തിന് മുകളിൽ പോകുന്ന പാർട്ടിന് 0.1% ആണ് TDS, പാൻ ഇല്ല എന്നുണ്ടെങ്കിൽ 5% കട്ട് ചെയ്യേണ്ടി വരും. സോ ഈ കേസിൽ 5% ആണ് വരിക. ഫ്രം വെൻഡർ എ എന്ന് പറയുന്നുണ്ട്. TCS പ്രൊവിഷൻസ് വരില്ല. TCS പ്രൊവിഷൻസും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സൈമൾട്ടേനിയസ്ലി സെല്ലർക്ക് അപ്ലിക്കബിൾ ആവുന്ന സെക്ഷൻ 206C1H അപ്ലിക്കബിൾ ആവും. പക്ഷെ അവിടെ TCS ഓൾറെഡി അപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി TCS വരുന്നുണ്ടെങ്കിൽ 194Q TCSനെ ഓവർ റൈഡ് ചെയ്യും. എനിവേ നമുക്ക് 194Q തന്നെ ആവശ്യമുള്ളൂ അതിന്റെ പ്രൊവിഷൻ. വെൻഡർ ബിയുടെ ഇന്ന് ട്രേഡിംഗ് ഗുഡ്സ് 48 ലക്ഷമാണ് ചെയ്തിരിക്കുന്നത്. 15 ലക്ഷം ഇൻ മെയ്. 48 എന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞു. 194Q വരില്ല. 50 ലക്ഷത്തിന് താഴെയാണ്. ഡിഫറെന്റ് വെൻഡേഴ്സിന് ഡിഫറെന്റ് ലിമിറ്റ് ആണ്. ഒരു വെൻഡറുടെ നിന്ന് വാങ്ങിക്കുന്ന സമയത്താണ് നമുക്ക് 50 ലക്ഷത്തിന്റെ ലിമിറ്റ് ഉള്ളത്. ഇൻ എ ഫിനാൻഷ്യൽ ഇയർ അഗ്രിഗേറ്റ്. ഇത് നോക്കൂ, ഇവിടെ ടോട്ടൽ 60 ആണ്. എക്സ്ട്രാ വരുന്ന 10 ലക്ഷത്തിന് 50 ലക്ഷത്തിന് മുകളിൽ വരുന്ന 10 ലക്ഷത്തിന് 5% വരും. ദാറ്റ് ഈസ് 50,000 ആയിരിക്കും TDS. വെൻഡർ ബിയുടെ കാര്യത്തിൽ കാര്യമില്ല, ആപ്ലിക്കബിൾ ആവില്ല. ഇതിലെന്താ പറയുന്നത്? സെക്കൻഡ് കേസ് നമുക്ക് ആൻസർ ഒരുമിച്ച് നോക്കാം. മിസ്റ്റർ സുമിത് എൻഗേജ്ഡ് ഇൻ ബിസിനസ് ഹാവിംഗ് ടേൺ ഓവർ ഓഫ് 1.2 CR ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ 2023-24, എൻറ്ററിംഗ് ഇൻ ടു ആൻ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. AMC എന്ന് പറഞ്ഞാൽ തന്നെ 194C ആണ്. 194C വരുന്ന സമയത്ത് ചെക്ക് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയറിൽ 1 CR താഴെയാണ് ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ അവർക്ക് 194C അപ്ലിക്കബിൾ ആവില്ല. ഇത് ഓൾറെഡി ഇവർ പറഞ്ഞിട്ടുണ്ട്. 1.2 CR ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തെന്നാ വരും? 194C അപ്ലിക്കബിൾ ആവും. 30,000 സിംഗിൾ ബില്ല് അല്ലാന്നുണ്ടെങ്കിൽ 1 lakh അഗ്രിഗേറ്റ് ബില്ല് കൂടുകയാണെന്നുണ്ടെങ്കിൽ TDS ഡിഡക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. 5,40,000 പ്ലസ് GST ആണ്. GST കണക്കാക്കണ്ട. 5,40,000 മുകളിൽ GST വരും. Mr. Sumit made the payment in February 2025. ABC Limited has not provided PAN to Sumit. പാന് തന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ? പാന് തരാതിരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. നമുക്ക് 20% ഡിഡക്ട് ചെയ്യാൻ പറ്റും. TDSന്റെ പ്രൊവിഷൻസിൽ പറയുന്നുണ്ട് 194Cയുടെ പെർസെൻറ്റേജ് എത്രയോ ആയിക്കോട്ടെ, ഇഫ് യു ആർ നോട്ട് പ്രൊവൈഡഡ് പാൻ ടു ദ പെർട്ടിക്കുലർ പെയർ, TDS പേ ചെയ്യുന്ന ആൾക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി 20%. 5,40,000 മുകളിൽ 20%. മുകളിൽ എത്രയാണ് പറഞ്ഞത്? ഇവിടെ 10 ലക്ഷത്തിന്റെ മുകളിൽ 5% വരും. ഇതിൽ 194Q വരില്ല. ഇവിടെ 194C വരും. പ്രൊവിഷൻസ് നോക്കാം. 194Q 23-24 10 കോടിയിൽ കൂടുതൽ ടേൺ ഓവർ ആണെന്നുണ്ടെങ്കിൽ 0.1% എന്ന് പറഞ്ഞു. 50 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ TDS ഇല്ലെങ്കിൽ 5% എന്ന് പറഞ്ഞു. 50 lakh കഴിയുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ 10 ലക്ഷത്തിന്റെ 5%. പിന്നെ അതേപോലെ പാൻ ഇല്ല എന്നുണ്ടെങ്കിൽ 20% ആണ് വരിക. 1 കോടിക്ക് മുകളിൽ ഉള്ളത് കൊണ്ട് 194C എന്തായാലും അപ്ലിക്കബിൾ ആവും. നോർമലി കമ്പനി ആയതുകൊണ്ട് 2% ആണ് വരിക. ബട്ട് പാൻ ഇല്ലാത്തത് കൊണ്ട് 20% ഡിഡക്ഷൻ ആണ് നോർമലി അപ്ലിക്കബിൾ ആവുക. 5,40,000 20% 1,08,000. ദാറ്റ്സ് ഇറ്റ്. കഴിഞ്ഞു. കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. പഴയ പ്രൊവിഷൻ ആണ്. 194Qവും 206C1Hഉം TCS അപ്ലിക്കബിൾ ആവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് 206C1H വരില്ല.
194Q മാത്രം ശ്രദ്ധിച്ചാൽ മതി. പ്രൊവിഷൻസ് അറിഞ്ഞാലേ ആൻസർ ചെയ്യാൻ കിട്ടുള്ളൂ. ആൻസർ ചെയ്യാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അയ്യോ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടരുത്, പോയിട്ട് സെക്ഷൻ പഠിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വി ആർ ഗോയിങ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദി RTP സെക്ഷൻ 9. ക്വസ്റ്റ്യൻ നമ്പർ 10 നമ്മളുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ പോലെ അത്യാവശ്യം വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെയാണ് സാധാരണ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരിക. ഇത് കൂടി ഡിസ്കസ് ചെയ്താൽ RTP നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഡയറക്ട്ലി ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 10. മിസ്റ്റർ ഷോബിത്ത്, എ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഏജ്ഡ് 54 years, എൻഗേജ്ഡ് ഇൻ ദി മാനുഫാക്ചർ ഓഫ് സ്പെയർ പാർട്സ് ഓഫ് കാർ. മാനുഫാക്ചർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ, ഇവിടെ അഡീഷണൽ ഡിപ്രീസിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ആള് 115 BAC അല്ല ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഓപ്റ്റ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈസ് ഓപ്റ്റ് ഔട്ട് ഓഫ് ദി ഡിഫോൾട്ട് ടാക്സ് റെജിം. 115 BAC അല്ല, സോ അഡീഷണൽ ഡിപ്രീസിയേഷൻ ആൾക്ക് കിട്ടാൻ എലിജിബിൾ ആണ്. ഓക്കെ, ഹി ഫോളോസ് മെർക്കൻഡൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആൻഡ് റെഗുലർലി ഫയൽസ് റിട്ടേൺ ഓഫ് ഇൻകം. പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 57.25. നമുക്ക് ഓരോരോ പോയിന്റ് ആയിട്ട് നോക്കാം. ടോട്ടൽ ഒരു 6ഉം പിന്നെ ഒരു അഡീഷണൽ ഇൻഫർമേഷനും കുറച്ചും എല്ലാം കൂടി ഉണ്ട്. കമ്പ്യൂട്ട് ചെയ്യേണ്ട എന്താ, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. TDS ഒക്കെ മൈനസ് ചെയ്ത് ബാക്കിയുള്ള ആക്ച്വൽ ടാക്സ് എത്രയാണ് പേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. ഡ്യൂറിംഗ് ദ ഇയർ ഷോബിത്ത് പർച്ചേസ്ഡ് എ പ്ലാന്റ് ആൻഡ് മെഷീനറി 55 lakh. ഹി ടുക്ക് എ ലോൺ ഫ്രം ഷെഡ്യൂൾഡ് ബാങ്ക്. ഡേറ്റ് ഓഫ് ലോൺ 1/5/2024. 11% ആണ്. Asset was acquired on 1/7 and put to use on 1/9. The entire interest amount is debited to P&L എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആക്ച്വൽ കോസ്റ്റിന്റെ കൂടെ ഇൻട്രസ്റ്റ് സ്പെൻഡ് ചെയ്തത് ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഫ് യു ആർ ടേക്കിംഗ് എ ലോൺ, ആ ലോണിന്റെ ഇൻട്രസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ടിൽ പുട്ട് ടു യൂസ്, നമ്മൾ ആ ലോൺ എടുത്ത ഡേറ്റ് തൊട്ട് ആ ഒരു മെഷീൻ അല്ലെങ്കിൽ ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് അത് പുട്ട് ടു യൂസ് ചെയ്യുന്നത് വരെയുള്ള ഇൻട്രസ്റ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ട്. സോ ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ ഡിപ്രീസിയേഷനെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, ഡയറക്ട്ലി P&Lക്ക് ഡെബിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ ലോൺ എടുത്തത് 1/5 11% ആണ് ഇൻട്രസ്റ്റ്. പുട്ട് ടു യൂസ് ചെയ്തിരിക്കുന്നത് 1/9. ശരിക്കും പറഞ്ഞാൽ 1/5 തൊട്ട് ഇങ്ങനെ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. പക്ഷെ പുട്ട് ടു യൂസ് ചെയ്യുന്നത് വരെയുള്ള ആ പീരീഡിലത്തെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് ആ അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമ്മളത് ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഫുൾ എമൗണ്ട് P&L ഡെബിറ്റ് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഫുൾ എമൗണ്ട് ഡെബിറ്റ് ചെയ്തപ്പോൾ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആ ഡെബിറ്റ് ചെയ്തതിൽ ഈ പീരീഡിലത്തെ ഇൻട്രസ്റ്റ് കൂടി ഉണ്ട്. പക്ഷെ ആ പീരീഡിലത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് അത് ഡെബിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. എന്നിട്ട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്ത് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക, 1/5 തൊട്ട് 1/9 വരെ, അതായത് 31/8 വരെയുള്ള പീരീഡ്, 5, 6, 7, 8 4 മാസത്തെ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക. എത്ര എമൗണ്ട്, 55 ലക്ഷത്തിന്റെ 55 lakh ഇൻറ്റു 11% ഇൻറ്റു 4/12. ഇത് നമ്മൾ ആ AS 10 പഠിക്കുന്ന സെയിം പോയിന്റ് തന്നെയാണ്. 10 സോറി, AS 16 ബോറോയിങ് കോസ്റ്റിൽ പഠിക്കുന്ന സെയിം പോയിന്റ് തന്നെയാണ്. അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ ഇതിനെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞ് AS 16 നമ്മൾ ബോറോയിങ് കോസ്റ്റിൽ പഠിക്കുന്നുണ്ട്, അറിയുന്നു വിചാരിക്കുന്നു. എനിവേ അതേ പോയിന്റ് ഇൻകം ടാക്സിലുണ്ട്, സെയിം. 5 ലക്ഷം ഇൻറ്റു 11% ഇൻറ്റു 4/12. 5 ലക്ഷം 55 ലക്ഷം 55 ലക്ഷം ഇൻറ്റു 11% ഇൻറ്റു 4/12. എമൗണ്ട് എത്രയാ, 2,01,667. ഈ എമൗണ്ട് എന്ത് ചെയ്യണം, ഇതും കൂടി ചേർത്തിട്ടുള്ള എമൗണ്ട് ആണ് P&L ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇത് അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെയാണ് ആഡ് ചെയ്യേണ്ടത്. സോ വി വിൽ ആഡ് ബാക്ക് ചെയ്യണം. ദെൻ on 1/4/2024 the production manager working in factory took voluntary retirement from services. Mr. Shobit paid him 8 lakh as compensation for his services under VRS scheme. എടാ VRS വരുന്നത് സെക്ഷൻ 35D/D/A വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം പ്രകാരം പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ 1/5 ആണ് ഒരു വർഷം ക്ലെയിം ചെയ്യാൻ പറ്റുക. ഇയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എമൗണ്ടിനെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിരിക്കുകയാണ്. VRS സ്കീം പ്രകാരം പേ ചെയ്ത ഫുൾ എമൗണ്ടിനെ പേ ചെയ്തതിനെ ഡിഡക്ഷൻ എടുത്തിരിക്കുകയാണ്. സമ്മതിക്കില്ല, 1/5 മാത്രമേ സമ്മതിക്കുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, 4/5 ആഡ് ബാക്ക് ചെയ്യണം. അതായത് 8 ലക്ഷത്തിന്റെ അലോ ചെയ്യുന്നത് എത്രയേ ഉള്ളൂ, 1/5 മാത്രമാണ്. അലോ ചെയ്യാത്തത് എത്രയാ, 4/5. 4/5 കമ്പ്യൂട്ട് ചെയ്ത് അത് എത്രയാണെന്ന് നോക്കി അതിനെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അതുകൊണ്ട് എത്രയാ,
8 ലക്ഷം ഇൻറ്റു 4/5 പറയുമ്പോൾ 6,40,000. ആദ്യം നെറ്റ് പ്രോഫിറ്റ് ഇവിടെ നമുക്ക് കിട്ടി 57,25. അതിൻ്റെ കൂടെ 2,01,667 ആഡ് ചെയ്യണം. ദെൻ 6,40,000 ആഡ് ചെയ്യണം. അടുത്ത പോയിന്റ്, മിസ്റ്റർ ഷോബിത് പർച്ചേസ് റോ മെറ്റീരിയൽസ് ഫ്രം മെസ്സേഴ്സ് കമൽ ആൻഡ് സൺസ് എ മൈക്രോ എന്റർപ്രൈസ് ആൻഡ് മെസ്സേഴ്സ് ഹിതേഷ് ആൻഡ് സൺസ് എ മീഡിയം എന്റർപ്രൈസ് ഫോർ 51,000 and 75,000 റെസ്പെക്റ്റീവ്ലി ഓൺ 15/3. ഓക്കെ, ആസ് പെർ റിട്ടേൺ എഗ്രിമെന്റ് വിത്ത് ദം ബോത്ത് ദി പേയ്മെന്റ് ഹാസ് ടു ബി മെയ്ഡ് by 10/4/25. Mr. Shobit made the payment to Kamal and Sons on 9/4/25 and Hidesh and Sons on 15/11/25. ഇത് ശരിക്കും നമ്മളുടെ സെക്ഷൻ 43B മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസിന് നിങ്ങൾ പേയ്മെന്റ് അതിൽ പറഞ്ഞിരിക്കുന്ന പെർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ തന്നെ കൊടുക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഈ മൈക്രോയ്ക്കും സ്മോളിനും മാത്രമാണ് അത് അപ്ലിക്കബിൾ, ഇതിന് അപ്ലിക്കബിൾ അല്ല. മീഡിയം എന്റർപ്രൈസിന് അപ്ലിക്കബിൾ അല്ല. ഇവിടെ ഹിതേഷ് എന്ന് പറയുന്നത് മീഡിയം എന്റർപ്രൈസ് ആണ്, ബാക്കിയുള്ളതാണ് സ്മോൾ എന്റർപ്രൈസ് എന്ന് പറയുന്നത്. സ്മോൾ അല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന മൈക്രോ എന്റർപ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്മോളിനും മൈക്രോയ്ക്കും ഒരേ പ്രൊവിഷൻ ആണ്. അത് പ്രകാരം 45 ദിവസമാണ് പറയുന്നത്. പ്രൊവിഷൻ അറിയുന്നു വിചാരിക്കുന്നു. ഈ പർച്ചേസ് ചെയ്ത് 15/3 തൊട്ട് 45 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് കൊടുക്കണം എന്നാണ് പറയുന്നത്. 9/4 മൈക്രോ എന്റർപ്രൈസിന് പേയ്മെന്റ് കൊടുത്തിട്ടുമുണ്ട്. മീഡിയം എന്റർപ്രൈസിന് അത് ബാധകമല്ല. സോ 45 ഡേയ്സ് എന്ന് പറയുമ്പോൾ 15/3 9/4 ഏകദേശം കുറച്ച് ദിവസമായിട്ടുള്ളൂ. 15/9 ഏകദേശം 24-25 ദിവസത്തിന്റെ അടുത്തേ ആയിട്ടുള്ളൂ. 45 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് കൊടുത്താൽ മതി. സോ ഇവിടെ കുഴപ്പമില്ല. ഇവിടെ പ്രോപ്പർ ആയിട്ട് അവർ റൂളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. സോ പേയ്മെന്റിന്റെ ഡിസലവൻസ് ഒന്നും വരില്ല. 43B പ്രകാരം നോ ഡിസലവൻസ്. ഓക്കെ, അടുത്തത്, ഹി കോൺട്രിബ്യൂട്ടഡ് 20% ഓഫ് ബേസിക് സാലറി ടു ദ അക്കൗണ്ട് ഓഫ് ഈച്ച് എംപ്ലോയി അണ്ടർ പെൻഷൻ സ്കീം റെഫേർഡ് ടു ഇൻ സെക്ഷൻ 80 CCD വിച്ച് ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ബേസിക് സാലറിയുടെ 20% 80 CCDയിൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ബേസിക് സാലറി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുന്ന ഓക്കെ, ബേസിക് സാലറി 10 ലക്ഷമാണ്, ഡിയർനെസ് അലവൻസ് 40%. ഇപ്പൊ ഇയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 10 ലക്ഷത്തിന്റെ 20% ആണ്. അതായത് ആൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 2 ലക്ഷം രൂപയാണ്. പക്ഷേ ആക്ച്വലി അലൗ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസിന്റെ 14% ആക്ച്വലി അലൗ ചെയ്യുക. 80 CCDയിൽ പറയുന്നത് പ്രകാരം 10 പ്ലസ് ഡിയർനെസ് അലവൻസ് 40% എന്ന് പറയുന്നുണ്ട്. സോ 10 പ്ലസ് 40% 14 ലക്ഷം. ഈ 14 ലക്ഷത്തിന്റെ 40% ഡിയർനെസ് അലവൻസും കൂടി കൂട്ടി 14 ലക്ഷം. 14 ലക്ഷത്തിന്റെ 14% ആണ് ടോട്ടലി അലൗ ചെയ്യുക. അതിന് മുകളിലുള്ളത് ഡിസലൗ ചെയ്യും. സോ 10 ലക്ഷം പ്ലസ് 4 ലക്ഷം, ഏതാ ഈ 4 ലക്ഷം? 10 ലക്ഷത്തിന്റെ 40% ഇൻറ്റു 14% ആണ് അലൗ ചെയ്യുക. 14 ലക്ഷത്തിന്റെ 14% എത്രയും നോക്ക്, 1,96,000 ആണ് അലൗ ചെയ്യുക. ഇപ്പൊ 2 ലക്ഷമാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്, 1,96 അലൗ ചെയ്യുള്ളൂ. സോ 4,000 നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഇതാണ് അടുത്ത പ്രൊവിഷൻ. ഓക്കെ അല്ലേ? ഡിപ്രീസിയേഷൻ ഡെബിറ്റഡ് ടു P&L 2750 എന്ന് പറയുന്നുണ്ട്. ഡിപ്രീസിയേഷൻ ഒക്കെ നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ആ ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞ പോർഷന് ഡിപ്രീസിയേഷൻ കണക്കാക്കണം, അഡീഷണൽ ഡിപ്രീസിയേഷൻ കണക്കാക്കാനുണ്ട്. സോ എനിവേ നമുക്കിപ്പോൾ ഈ 27 ഇപ്പൊ ആഡ് ബാക്ക് ചെയ്യാം. പിന്നീട് ആക്ച്വൽ ഇൻകം ടാക്സ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ നമുക്ക് പിന്നീട് മൈനസ് ചെയ്യാം. ഇത് ഈ അക്കൗണ്ടൻസി പ്രകാരമുള്ള ഇൻകം ഡിപ്രീസിയേഷൻ ആണ്. ഇനി ഇൻകം ടാക്സ് പ്രകാരമുള്ളതിനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് മൈനസ് ചെയ്യണം. He received 13,850 as income tax refund, of which 3,850 is interest on refund. Entire amount is credited to profit and loss account എന്നാ പറയുന്നത്. എടാ അത് ഇവിടെ അല്ല വരിക, നമ്മൾ ഇവിടുന്ന് മൈനസ് ചെയ്തിട്ട് എവിടെ കാണിക്കണോ അറിയോ? Entire amount is credited to P&L എന്നാ പറഞ്ഞിരിക്കുന്നത്. 13,850 ഇൻകം ടാക്സ് റീഫണ്ട് ആണ്. ഇത് പ്രോഫിറ്റിൽ ഇൻകം ഒന്നും അല്ല. ഇത് മുഴുവൻ ഇവിടുന്ന് മൈനസ് ചെയ്ത് കാണിക്കുക. എന്നിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഇൻകം ടാക്സ് റീഫണ്ടിനെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ കാണിക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെയുള്ളതിൽ ഓക്കെ, നമുക്ക് അവസാനം നോക്കാം. കമ്പ്യൂട്ട് ചെയ്യാം. ഇതിന്റെ കൂടെ അഡീഷണൽ ഇൻഫർമേഷൻ, മിസ്റ്റർ ഷോബിത് പർച്ചേസ്ഡ് എ ന്യൂ കമ്പ്യൂട്ടർ ഓൺ 31 August 2024 ആൻഡ് പുട്ട് ടു യൂസ് ഓൺ ദി സെയിം ഡേ ഇൻ ഹിസ് ഓഫീസ്. ദ പേയ്മെന്റ് വാസ് മെയ്ഡ് ആസ് അണ്ടർ. ഓഫീസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, കമ്പ്യൂട്ടർ ആണ്. അപ്പൊ 32 ഡിപ്രീസിയേഷൻ, അഡീഷണൽ ഡിപ്രീസിയേഷൻ ആസ് പെർ 32 കിട്ടില്ല. നിങ്ങൾ ഫാക്ടറിയിൽ ഉപയോഗിച്ചാലേ കിട്ടുള്ളൂ. അതാദ്യം മൈൻഡിൽ വെക്കുക. ദെൻ 28,000 പെയ്ഡ് ഇൻ ക്യാഷ്. അടിപൊളി.
ക്യാഷ് ആയിട്ടാണ് പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെക്ഷൻ 43 പ്രകാരം ആക്ച്വൽ കോസ്റ്റിൽ എന്തെടുക്കാൻ പാടില്ല? കോസ്റ്റിന്റെ കൂടെ ഇതിനെ ആഡ് ചെയ്യാൻ പാടില്ല. ആക്ച്വൽ കോസ്റ്റിൽ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 28,000 ക്യാഷ് ആയിട്ടാണ് പേ ചെയ്തിരിക്കുന്നത്. 10,000ന്റെ മുകളിൽ ക്യാഷ് ആയിട്ടാണ് പേ ചെയ്തതെന്നുണ്ടെങ്കിൽ ആ അസറ്റിന് നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടില്ല. അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു എമൗണ്ടിന് മുകളിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടില്ല. 25,000 പെയ്ഡ് ബൈ അക്കൗണ്ട് ബൈ ഈച്ച് അക്കൗണ്ട് 5/9/2024 ആസ് ബാലൻസ് കോസ്റ്റ് ഓഫ് ന്യൂ കമ്പ്യൂട്ടർ. ഇത് കിട്ടും. 25,000 പേ ചെയ്തിട്ടുണ്ട് പുതിയ കമ്പ്യൂട്ടറിന്. അതിന് നമുക്ക് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യാൻ പറ്റും. ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. ഓക്കെ. പിന്നെന്താ പറയുന്നത്? WDV തന്നിട്ടുണ്ട്. 1/4/24 8 ലക്ഷവും 6/45 15% 10% ഒക്കെ നമുക്ക് ഡയറക്റ്റ്ലി കമ്പ്യൂട്ട് ചെയ്യാം. ഇതിന് പുറമെ നേരത്തെ മെഷീൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞതിന് നോർമൽ ഡിപ്രീസിയേഷൻ കൊടുക്കാം, അഡീഷണൽ ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറ്റും. അതിന് പുറമെ കമ്പ്യൂട്ടറിന് നോർമൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. ഓഫീസിൽ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് അഡീഷണൽ ഡിപ്രീസിയേഷൻ എടുക്കാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ഇവിടെ നോട്ട് ഡിഡക്ഷൻ ആണ് വരുന്നത്. നമുക്ക് ഇതുവരെയുള്ളത് ആദ്യം ശരിയാണോ നോക്കാം. ഇതിന്റെ കൂടെ ഡിഡക്ഷൻ 1, 2 ഓക്കെ, ഇത് 2 ഡിഡക്ഷൻ വരുന്നുണ്ട്. ഒരു TDSന്റെ പ്രൊവിഷൻ വരുന്നുണ്ട്. അവസാനം ഒരു ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ട്. ആദ്യം PGB ഇപ്പോഴൊക്കെ ശരിയാണോ നോക്കാം. വരൂ. $57.25 P&L ഡിപ്രീസിയേഷൻ ഓൾറെഡി ആഡ് ബാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. 2,01,667 55 ലക്ഷം ഇൻറ്റു 11% ഇൻറ്റു 4/12 വോളണ്ടറുടെ 4/5 ആഡ് ബാക്ക് ചെയ്തു. മറ്റേത് മൈക്രോ എന്റർപ്രൈസിന് ഇഷ്യൂ ഇല്ല. 43B പ്രകാരം മറ്റേത് ഏതാ പറയുക, അതാണ്, അത് കുഴപ്പമില്ല. മൈക്രോ എന്റർപ്രൈസിന് മറ്റേ 2 ലക്ഷവും 1.96 ഡിഫറൻസ് 4,000 തിരിച്ചു ചെയ്യണം. ഇതൊക്കെ ആഡ് ബാക്ക് ചെയ്ത് എന്നിട്ട് അതിന് ശേഷം എന്താ കഴിഞ്ഞു. ഇതൊക്കെ ആഡ് ബാക്ക് ചെയ്യണം. 13,850 മൈനസ് ചെയ്ത് കളയണം. നമ്മൾ അവിടെ പറഞ്ഞു അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്. അതും ഇൻട്രസ്റ്റ് മാത്രമേ വരുള്ളൂ, ഫുൾ എമൗണ്ട് ഇൻകം അല്ല. 13,850 മൈനസ് ചെയ്തു. ഡിപ്രീസിയേഷൻ കണക്കാക്കുന്ന സമയത്ത് ആദ്യം 6,45,000 തന്നിട്ടുണ്ട്. അതിന്റെ 10% ഡയറക്റ്റ്ലി കണക്കാക്കുക. പ്ലാന്റ് ആൻഡ് മെഷീനറി 8 ലക്ഷത്തിന്റെ 15% കണക്കാക്കുക. 25,000 പുതിയ കമ്പ്യൂട്ടർ വാങ്ങിച്ചു എന്ന് പറഞ്ഞു, അതിന് 40% കണക്കാക്കുക. അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടില്ല. 28,000 ക്യാഷിന് പേ ചെയ്തതിന് കിട്ടില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ മെഷീന്റെ അഡീഷണലി വാങ്ങിച്ചതിന്റെ ഡിപ്രീസിയേഷൻ കണക്കാക്കണം. 55 ലക്ഷം ഉണ്ട്. അതിന്റെ കൂടെ 2,01,667 ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിനും കൂടി ആഡ് ചെയ്ത് അതിന് 15% കമ്പ്യൂട്ട് ചെയ്യണം. 15% കമ്പ്യൂട്ട് ചെയ്യുക. അതിന് പുറമെ ഈ ഒരു എമൗണ്ടിന് 57,01,667 അഡീഷണൽ ഡിപ്രീസിയേഷനും കിട്ടും 20%. 1.5 വാങ്ങിച്ചിരിക്കുന്നത്, അപ്പോൾ എല്ലാം ഫുള്ള് കിട്ടും. ഇവിടെ അഡീഷണലി വാങ്ങിച്ചതിന്റെ നോർമൽ ഡിപ്രീസിയേഷൻ, അഡീഷണലി വാങ്ങിച്ചതിന്റെ അഡീഷണൽ ഡിപ്രീസിയേഷൻ അതുകൂടി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി അത് കഴിഞ്ഞു. PGB ഇവിടെ പാർട്ട് കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മളുടെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഡിഡക്ഷൻ ഉണ്ട്, പിന്നെ TDSന്റെ ഒരു പ്രൊവിഷൻ ഉണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ട്. ക്യാപിറ്റൽ ഗെയിൻ എന്താ നോക്കാം. വലിയ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് പ്രൊവിഷനൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഇതൊക്കെ ഡിഡക്ഷൻ ആണ്. നമുക്ക് വരാം. CMDയും ഡിഡക്ഷൻ ആണ്. ഈയിൽ പറഞ്ഞിരിക്കുന്നത് 1.5 കോടി 194N TDS ആണ് പറയുന്നത്. ആദ്യം ഇത് നോക്കൂ. 30 മാർച്ച് 2022 മുമ്പ് എപ്പോഴോ ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വന്നു 25 ലക്ഷം. അതിനെ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഇട്ടു എന്ന് പറയുന്നുണ്ട്. അത് മുൻ വർഷത്തെ എപ്പോഴും ഒരു CGS അക്കൗണ്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓൺ ജൂലൈ 2024, അതായത് അമെൻമെന്റിന് മുമ്പ്, ഇൻഡെക്സേഷൻ കിട്ടുന്ന സമയമാണേ, he sold another house property in which he resided അല്ല, അതായത് സോൾഡ് അനദർ, ആള് താമസിച്ചുകൊണ്ടിരുന്ന വീടിനെ 1 കോടിക്ക് വിറ്റു എന്നാണ് പറയുന്നത്. he earned a long term capital gain without indexation benefit 50 ലക്ഷം. അതായത് വിത്തൗട്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഓഫ് 50 lakh എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇൻഡെക്സേഷൻ എടുക്കാം. അപ്പൊ 50 lakh വിത്തൗട്ട് ഇൻഡെക്സേഷൻ എന്നുള്ള വാല്യൂ എടുക്കണ്ട. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 60 ലക്ഷം ആണെന്ന് പറയുന്നുണ്ട്. 60 ലക്ഷം ഇൻഡെക്സ് അവർ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 ലക്ഷം രൂപ ശരിക്കും പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ വരും. പക്ഷേ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഓൺ 5th January 2025 he withdrew the whole money out of capital gain account scheme and invested 60 lakh on construction of a house in Mumbai. എടാ, റെസിഡൻഷ്യൽ ഹൗസ് വിറ്റു, എന്നിട്ട് കിട്ടിയ പൈസ തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. റീഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 54 പ്രകാരം ഡിഡക്ഷൻ കിട്ടും. പക്ഷെ ഇവിടെ നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമെന്ന് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സബിലിറ്റി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? വിറ്റതിനെ നിങ്ങൾ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല.
അപ്പൊ CGS അക്കൗണ്ട് സ്കീമിലുള്ള 25 ലക്ഷം നിങ്ങൾ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന 60 ലക്ഷത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ 60 ലക്ഷത്തിൽ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 25 മൈനസ് ചെയ്ത് ബാക്കി 35 ലക്ഷമാണ് കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. ഒന്നുകൂടി പറഞ്ഞുതരാം. ബാക്കി 5 ലക്ഷത്തിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടക്കേണ്ടി വരും. ഒന്നുകൂടി പറഞ്ഞുതരാം. 1 കോടിക്ക് ഒരു സാധനത്തിനെ വിറ്റു, അതിന്റെ വാങ്ങിയ വില 60 ലക്ഷമാണ്, ബാക്കി 40 ലക്ഷം ഉണ്ട്. ഈ 40 ലക്ഷത്തിന് 60 ലക്ഷത്തിന്റെ വീട് വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺസ്ട്രക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. നോർമലി ശരിക്കും പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ 0 ആവേണ്ടതാണ്. ബട്ട് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഒരു എമൗണ്ട് ഉണ്ട്, അതിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് നോർമലി പറയുക. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ടാക്സിബിലിറ്റി വരും. അതിന്റെ പ്രൊവിഷനിലേക്ക് കടക്കണില്ല. ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിന്റെ പ്രൊവിഷൻ നോക്കുക. ഇൻവെസ്റ്റ് ചെയ്തിട്ട് വിത്തിൻ 3 years ഒക്കെ നമ്മൾ അതിന് തിരിച്ച് പൈസ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൺസ്ട്രക്ഷന് വേണ്ടി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പോയിന്റ് ഒക്കെ ഉണ്ട്. എനിവേ, അങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ വരുന്ന 25 ലക്ഷം നമ്മൾ ഈ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പറയുമ്പോൾ ബാക്കിയുള്ള കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ച എമൗണ്ടിന് മാത്രമേ നമുക്ക് 54 എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റൂ. നല്ല ബ്യൂട്ടിഫുൾ പ്രൊവിഷൻ ആണ്. പ്രൊവിഷൻ CGS സ്കീമിനെ പറ്റിയിട്ടൊക്കെ വായിക്കുക. 54നെ പറ്റിയിട്ടും വായിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. ടോട്ടൽ 60ൽ 25 ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് വന്ന പൈസയാണെന്നുള്ള രീതിയിലും ബാക്കിയുള്ള 35 നമുക്ക് എവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 5 ലക്ഷത്തിന് ഇതാണ് പ്രൊവിഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്യാപിറ്റൽ ഗെയിനിൽ 5 ലക്ഷം വരും. അതേപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ എത്ര വരും? നേരത്തെ പറഞ്ഞത് പ്രകാരം ക്യാപിറ്റൽ ഗെയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻകം ഫ്രം അതർ സോഴ്സിൽ 3850 ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരും. അത് ഇൻട്രസ്റ്റ് ഓൺ IT റീഫണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഓർമ്മ വെച്ചാൽ 5 ലക്ഷം ഒരു 3850 ഉണ്ട്. പിന്നെ ഹി പെയ്ഡ് 50,000 ആസ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ടേക്കൺ ഓൺ ലൈഫ് ഓഫ് ഹിസ് ഫാദർ ഹു ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ഹിം. ഓക്കെ, അതായത് ഫാദറിന് വേണ്ടി ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ സെൽഫായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മക്കൾക്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ലൈഫ് ഇൻഷുറൻസിന് ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഇതിന് ഡിഡക്ഷൻ കിട്ടില്ല. സോ ഈ 50,000 ഡിഡക്ഷൻ കിട്ടില്ല. മെഡിക്കൽ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും. 80C ആണ് ഇവിടെ പറയുന്നത്. 80Cയിൽ കിട്ടില്ല. He also paid 45,000 as life insurance premium taken on life of his married daughter who is not dependent on him. Sum assured is 5 lakh. ഈ ഇവിടെ പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഫോർ ഡോട്ടർ ആണ്, മക്കൾക്കാണ്, കിട്ടും. അത് ഡോട്ടർ കല്യാണം കഴിഞ്ഞതാണോ ഡിപ്പെൻഡന്റ് ആണോ എന്നൊന്നും കുഴപ്പമില്ല. ഡോട്ടർക്ക് വേണ്ടി ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ കിട്ടും. 1/4/12 ശേഷം ആയത് കാരണം സം അഷ്യൂർഡിന്റെ 10% വരെ കിട്ടും. 5 ലക്ഷത്തിന്റെ 10% 50 വരെ കിട്ടും. പക്ഷെ ഇവിടെ 45 വന്നിട്ടുള്ളൂ. സോ 45,000 വിൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. ഇതെന്താ പറയുന്നത്? 1/10 1.5 കോടി രൂപ വിഡ്രോ ചെയ്തു, കറന്റ് അക്കൗണ്ടിൽ നിന്നായിട്ട് വിഡ്രോ ചെയ്തു. അത്രേ ഉള്ളൂ. 194N പറയുന്ന ഒരു പ്രൊവിഷനാണ്. 194N വായിക്കുക. 1 കോടിക്ക് മുകളിൽ ഒരു വർഷം നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 കോടിക്ക് മുകളിൽ വരുന്ന എക്സ്ട്രാ എമൗണ്ട് ഉണ്ടല്ലോ, ആ എക്സ്ട്രാ എമൗണ്ടിന് 2% TDS ഡിഡക്ട് ചെയ്യും. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടേഷനിൽ എവിടെ വരിക എന്ന് പറഞ്ഞാൽ ടാക്സ് ലൈബിലിറ്റി കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ TDSനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈനസ് ചെയ്യാം, വേണമെങ്കിലല്ല മൈനസ് ചെയ്യാം. അല്ലാതെ ഇൻകം എഫക്റ്റ് ഒന്നുമില്ല. ദിസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ഫ്രം ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി. ഓക്കെ, അപ്പോൾ 50 ലക്ഷത്തിന്റെ 2% TDS അടയ്ക്കേണ്ടി വരും. 1 ലക്ഷം രൂപ TDS ഉണ്ടാവും. TDS നമുക്ക് അവസാനം ടാക്സ് ലൈബിലിറ്റിന്ന് മൈനസ് ചെയ്യാം. അപ്പൊ ഇനി ഏതാ ഉള്ളത്? എടാ ഇനിയൊന്നുമില്ല, കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ 5 ലക്ഷം ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച PGBP ഉണ്ട്. PGBPക്ക് പുറമെ ക്യാപിറ്റൽ ഗെയിൻ 5 ലക്ഷം ഉണ്ട്. ഈ പറഞ്ഞ പോലെ 25 ലക്ഷം ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ടാക്സബിൾ അല്ല, വിഡ്രോ ചെയ്ത് അത് വീണ്ടും കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചത് കൊണ്ട് ബാക്കിയുള്ള 35 ലക്ഷത്തിന്റെ എക്സംഷൻ 54 എടുക്കാന്നൊക്കെ പറഞ്ഞ് നോട്ടൊക്കെ ഉണ്ട്, വായിക്കാം. ഇൻകം ഫ്രം അതർ സോഴ്സിൽ 3850 എടുക്കുക. ഡിഡക്ഷനിൽ പാരന്റിന്റെ ലൈഫ് ഇൻഷുറൻസ് പോളിസിക്ക് കിട്ടില്ല, മകൾക്ക് ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തതിന് കിട്ടും. അവസാനം ടോട്ടൽ ഇൻകം കിട്ടും. ക്യാപിറ്റൽ ഗെയിൻ 20% ടാക്സ് ചെയ്യുക. 5 ലക്ഷത്തിന്റെ 20% 1 ലക്ഷം ടാക്സ് ചെയ്യുക. ബാക്കിയുള്ളത് നോർമൽ സ്ലാബ് റേറ്റ് 115 BSc അല്ല. ശ്രദ്ധിക്കേണ്ട പോയിന്റ്, സർചാർജ് വരും. 50 ലക്ഷത്തിൽ കൂടുതലും 1 കോടിക്ക് താഴെ ടോട്ടൽ ഇൻകം വരുന്ന സമയത്ത് സർചാർജ് ഉണ്ട്. ദെൻ സെസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 194Nലുള്ള 1 lakh റെഡ്യൂസ് ചെയ്ത് ബാക്കിയുള്ള ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാം. ചെയ്ത് പഠിക്കുക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊവിഷൻസ് ഒരുപാടെണ്ണം വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമെൻമെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് മറ്റേ നേരത്തെ ചെയ്ത 7ാമത്തെ ക്വസ്റ്റ്യൻ.
ഇത് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, ഏഴാമത്തെ. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ചെയ്ത 10ാമത്തെ ക്വസ്റ്റ്യനും നല്ലതാണ്. എക്സാമിന് ഇതുപോലത്തെ ഒരുമാതിരി കൺഫ്യൂഷൻ ആക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ വരും. സോ പ്രൊവിഷൻസുമായിട്ട് തറോ ആവുക. ഇപ്പൊ ഞാൻ പറയുമ്പോൾ പ്രൊവിഷൻസ് നിങ്ങൾക്ക് ഓർമ്മ വരും, ബട്ട് ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഓർമ്മ വരണം. ശരിയല്ലേ? പറയുന്ന സമയത്ത് ഈ പ്രൊവിഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ഓർമ്മ വന്നാലേ നമുക്ക് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ വെച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞു. RTP ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എക്സാമിന് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ മിനിറ്റ് വരെ നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയുക. ഇനി ഏതെങ്കിലും RTP സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് വേണം, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുട്ട് ഇറ്റ് ഓൺ കമന്റ്സ്. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദി സെഷൻ. താങ്ക് യു. സി യു. ദിസ് ഈസ് രാഹുൽ സൈനിങ് ഓഫ്.